ഹലോ, എൻ്റെ പേര് മനോ എന്നാണ്. ഞാൻ എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഓപ്പറേഷൻസ് മാനേജറാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് ഇനി കരിയറിൽ എന്ത് ചെയ്യണം എന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു അഡ്മിഷൻ സീസണാണിത്. സോ ഇങ്ങനെ ഒരു സമയത്ത് അവർക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പോഡ്കാസ്റ്റിന്റെ പർപ്പസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ നിതിൻ നോവർ, എംപയർ ഓവർസീസ് എഡ്യൂക്കേഷന്റെ CEO ആണ്. എന്തുകൊണ്ട് ആളെ കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് 15 കൊല്ലം മുമ്പ് വിദേശത്ത് പോയി പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് എമിഗ്രേഷൻ ബിസിനസ് തന്നെ സക്സസ്ഫുൾ ആയി റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി കടന്നു വന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കാം. ഒരു CEO എന്ന ഒരു പൊസിഷനേക്കാൾ ഉപരി ഞാനും കോഴ്സ് കഴിഞ്ഞ് എങ്ങനെ രക്ഷപ്പെടണം എന്നാഗ്രഹിച്ച് നടന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതും ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ രക്ഷപ്പെട്ടു എന്നല്ല, നമ്മുടെ ബിസിനസ്സിൽ അതിൻ്റെതായ പല ചാലഞ്ചസ് ഉണ്ട്. പക്ഷേ സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് ഒരു കുട്ടി വിദേശത്ത് പോകുന്ന കാര്യമായാലും ചില സമയത്ത് ഞാൻ കുറേ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ബേസിക് ഐഡിയ ഇല്ല, അല്ലെങ്കിൽ പല സ്ഥലത്ത് പല സ്കാമും കാര്യങ്ങളും കുറേ മണ്ടത്തരങ്ങൾ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ. അപ്പം നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് അത് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു രക്ഷപ്പെടണം. നമുക്ക് അങ്ങനെയാണ് ഞാനും. എനിക്ക് നാട്ടിൽ പോയിട്ട് നിൽക്കുന്ന സമയത്ത് വലിയ സ്വപ്നങ്ങളുണ്ട്, പക്ഷേ അവിടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവായ പോലെ തോന്നി. ഒരു നോർമലി പറഞ്ഞാൽ ഹൈ പേയിങ് സാലറി ആണ്. നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ പിള്ളേരും രക്ഷപ്പെടണം എന്നുള്ളൊരു ഐഡിയയിൽ ചിന്തിക്കുക. ഈ ഹൈ പേയിങ് സാലറി നമുക്ക് ഇവിടെ കിട്ടാന്നുള്ളത് നമുക്ക് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇപ്പോൾ IIT പഠിച്ച കുട്ടികൾ, അല്ലെങ്കിൽ NIT പഠിച്ച എഞ്ചിനീയറിംഗ് മേഖലയാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയാം, അല്ലെങ്കിൽ മെഡിക്കലാണെങ്കിൽ മെഡിസിൻ, അപ്പോൾ ഡോക്ടർ ആവണം. ഇതൊക്കെ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു, കാരണം ഇന്ത്യയിലെ പോപ്പുലേഷൻ അത്രയും കൂടുതലായതുകൊണ്ട് അത്രയും കോമ്പറ്റീഷനാണ്. നമുക്ക് അങ്ങനെ ഭയങ്കര ക്രീമി ലെവലിൽ നമ്മുടെ അക്കാഡമിക്സ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ കിട്ടിയതായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ എന്താണ് എങ്ങനെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അക്കാഡമിക്കലി ബ്രില്യൻ്റും അല്ല, ഒരു ആവറേജ് ഇതുള്ളൂ. അപ്പോൾ എന്താണ് ഒരു ഗേറ്റ് വേ. പിന്നെ ഗവൺമെൻറ് ജോലി ആയാലും എല്ലാത്തിലും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ 2010 ഞാൻ എൻ്റെ +2 കഴിയുന്നത്. നമ്മളും കുറേ എൻട്രൻസ് എക്സാമൊക്കെ എഴുതി അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കി. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും ശരിയായില്ല. അക്കാഡമിക്കലി തീരെ മോശം സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ഞാൻ. പക്ഷേ ഇവിടെ ആയാലും എനിക്ക് ഏവിയേഷൻ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. കുറേ പൈസ ഉണ്ടാക്കണം, വലിയ കാശുകാരനാവണം. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ഫിസിക്സ് തന്നെയാണ് ചെറിയൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കെമിസ്ട്രി ബയോളജിനേക്കാളും ഇഷ്ടം അതായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ചു അങ്ങനെയൊക്കെ എഞ്ചിനീയറിംഗ് എടുക്കാന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തി. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഹൈ പേയിങ് സാലറി ഏതാണ് എന്ന് ഉദ്ദേശിച്ചിട്ടാണ്, അല്ലാണ്ട് നമുക്ക് ആ കോഴ്സ് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല. അങ്ങനെയാണ് കുറേ പിള്ളേർ ഇപ്പോഴും അവരുടെ ഡ്രീംസ് പറയുമ്പോൾ പറയണേ. അവർക്ക് ഐഡിയ ഉണ്ടോ, അത് അവർ കേപ്പബിൾ ആണോ എന്ന് അറിഞ്ഞിട്ടല്ല. പക്ഷെ അപ്പോൾ ഞാനും അങ്ങനെ ഈ സൈനിക സിനിമയും അങ്ങനത്തെ ഈ ഏവിയേഷൻ സിനിമയെ കാണുമ്പോൾ ആ ലൈഫ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഏവിയേഷൻ പഠിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഏവിയേഷൻ ഇവിടെ പഠിച്ച എന്താ സാധ്യത എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ ഭയങ്കര പഠിക്കുന്ന പിള്ളേർക്കായാലും ജോലി കിട്ടുന്നില്ല പെട്ടെന്ന്. ഞാൻ ആ കോഴ്സ് പഠിക്കുന്ന പിള്ളേരൊക്കെ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആയപ്പോഴേക്കും ഞാൻ അങ്ങനത്തെ സീനിയർ ചേട്ടന്മാരോ ആരെങ്കിലും പള്ളിയിലോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ അന്വേഷിക്കും, എന്താണ് ഓപ്പർച്യൂണിറ്റി, എന്താണ് നിങ്ങളുടെ കോഴ്സ് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഇവിടെ പഠിച്ച വലിയ സാധ്യതയില്ല, വിദേശത്ത് പഠിച്ചാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു തോന്നുന്നു. പിന്നെ ഈ ഒരു റാറ്റ് റേസിൽ വിടാണ്ട് വേറെ രീതിയിൽ കോമ്പീറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. ഞാനും ഒരു ഏജൻസി മുഖാന്തരമാണ് ആദ്യം വിദേശത്ത് പോയത്. ഞാൻ പെട്ടതൊന്നുമല്ല, യുക്രൈനിലാണ്. അതൊരു പെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു വഴിയായിരുന്നു. അതിലൂടെയാണ് ഞാൻ വേറെ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ യുക്രൈൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടേഷൻസ്, ഏജൻസി നമ്മൾ പറഞ്ഞൊന്നല്ലായിരുന്നു എക്സ്പെക്ടേഷൻസ്. നമ്മൾ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുപോകണത്. ഇപ്പോഴും അങ്ങനെ മാർക്കറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ യൂറോപ്പ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ വേറെയാണെന്നും ഷെങ്കൻ വേറെയാണെന്നും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലൊരു രാജ്യം മാത്രമാണ് യുക്രൈൻ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കും എൻ്റെ പേരൻസിനും ഇല്ല. 2010 എന്നൊക്കെ പറയുമ്പോൾ ഗൂഗിളോ അങ്ങനെ അത്ര പെട്ടെന്ന് ഈസി ആക്സസ് ഇല്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കലാണ് നമ്മുടെ ഒരു ഐഡിയ. അപ്പോൾ നമ്മളവിടെ വളരെ ഫിനാൻഷ്യലി ഇച്ചിരി ഇതുണ്ട്. അപ്പോൾ നമ്മളങ്ങനെയാണ് ഒരു ഏജൻസി മുഖാന്തരം തന്നെയാണ് പോയത്. ഏജൻസിനെ കുറ്റൊന്നും അങ്ങനെയാണ് ഇപ്പോൾ പല ഏജൻസികളും വർക്ക് ചെയ്യുന്നത്. അവർക്ക് അറിയുന്ന പ്രൊഡക്റ്റ് അവർ സെല് ചെയ്യണു. അപ്പോൾ നമ്മളങ്ങനെ യുക്രൈനിൽ എത്തിപ്പെടുന്നു. യുക്രൈനിൽ എനിക്ക് മനസ്സിലായത് ഇതല്ല നമ്മൾ ഉദ്ദേശിച്ചൊരു ഔട്ട്പുട്ട്. മോശം എന്നല്ല, കുറെ എക്സ്പോഷർ കിട്ടി, കുറെ എക്സ്പീരിയൻസ് കിട്ടി. ഒരു പോസ്റ്റ് സോവിയറ്റ് കൺട്രിയിൽ ഞാൻ 17 വയസ്സുള്ളപ്പോഴാണ് പോണത്. ഒരു മൈനർ ആയിരിക്കുമ്പോഴാണ് പോണത്. പുറത്ത് പോയി പഠിക്കുമ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, എന്തുകൊണ്ട് അവർ പുറത്ത് പോയി പഠിക്കണം കമ്പയർഡ് ടു ഇന്ത്യ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് യുവാക്കളാണ്. ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 25-24 ആണ് ഇന്ത്യയുടെ ഒരു ആവറേജ് ഏജ്. അപ്പം അത്രയും യൂത്തിന്റെ ഇടയിൽ വേണം നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഈവൻ നമ്മൾ നല്ല അടിപൊളി ഒരു ബെറ്റർ ദാൻ അബവ് ആവറേജ് കിഡ് ആണെങ്കിൽ കൂടിയും നമുക്കൊരു നല്ലൊരു പ്രൊഫഷനിൽ നമുക്ക് തിളങ്ങി അതിൽ രക്ഷപ്പെടണമെങ്കിൽ ചാൻസസ് വളരെ കുറവാണ്. യൂറോപ്പിലായാലും വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ഇത്രയും പോപ്പുലേഷൻ ഇല്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാനായാലും ജനസംഖ്യ തന്നെ കുറവാണ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അതാ. പിന്നെ എക്കോണമിക്കലി ഇന്ത്യ ഒരു വലിയൊരു എക്കണോമിക് ഹബ്ബാണ്. പക്ഷെ എന്നാൽ കൂടിയും ഈ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ റിച്ച് ഗെറ്റ്സ് റിച്ചർ ആൻഡ് പൂർ ഗെറ്റ്സ് പൂറർ അങ്ങനത്തെ ഒരു
സിറ്റുവേഷൻ ഉണ്ട്, മാറി വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ വിദേശത്ത് കുറേ ഫെയർ ആണ് എല്ലാവർക്കും കുറേ ഈക്വാലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കുറേ കൂടി കൂടുതൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇവിടെ കഴിവുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, വേറെ ടൈപ്പ് ഓഫ് എക്സ്പോഷർ കിട്ടും. നമുക്ക് കുറേ ചെറിയ പ്രായത്തിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങൾ നമ്മൾ വിദേശത്ത് പോയി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ആയാലും നിങ്ങളുടെ പാസ്പോർട്ടിൽ ഒരു ട്രാവൽ ഹിസ്റ്ററി വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഒരു ബാച്ചിലേഴ്സ് തന്നെ വിദേശത്ത് പോയി ചെയ്യുന്ന കുട്ടിയാകുമ്പോഴേക്കും അവൻ കുറേ കൺട്രി ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പല രാജ്യത്തെ ഫ്രണ്ട്സ് അവനുണ്ടാവും. അപ്പോൾ ഈ ക്യാൻ മേക്ക് എ ഈസിയർ ഡിസിഷൻ. ഈവൻ ഒരു റോങ് ഡിസിഷൻ എടുത്തതെന്നുണ്ടെങ്കിലും മാസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ കാര്യം തിരഞ്ഞെടുക്കുമ്പോഴോ അവർക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം അവർ വേറെ ആളുടെ അഡ്വൈസ് അന്വേഷിച്ച് പോണ്ടി വരില്ല. ഇപ്പോൾ ബാച്ചിലേഴ്സ് വിദേശത്ത് ചെയ്ത പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാം എന്തെങ്കിലും വാട്ട് ദേ ഹാവ് ടു ഡു. ഇപ്പോൾ ഇവിടെയുള്ള പിള്ളേരുന്ന MBA കഴിഞ്ഞ പിള്ളേരും കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അവിടുത്തെ കോഴ്സസും ഭയങ്കര പ്രൊഫഷണൽ കോഴ്സസ് ആണ്. നമ്മുടെ നാട്ടിലെ അക്കാഡമിക് സിസ്റ്റം ആൾക്കാർക്ക് തർക്കണ്ടാവാം, എന്തൊക്കെയോ കുറേ കോഴ്സ് ഉണ്ട്, പക്ഷെ ഒരു പ്രൊഫഷൻ ഓറിയന്റഡ് അല്ല. ആ മേഖലയ്ക്ക് കിടക്കാം. പക്ഷെ അവിടുത്തെ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഏവിയേഷൻ ട്രാൻസ്പോർട്ട്, ആ പർട്ടിക്കുലർ ജോബിന് വേണ്ട കോഴ്സസ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് എന്തോ ഒരു ഡിഗ്രി എടുത്തിട്ട് നമുക്കറിയാം കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് വാട്ട് കൈൻഡ് ഓഫ് കമ്പനീസ് വി ക്യാൻ അപ്ലൈ. അങ്ങനെ ഒരു സംഭവമാണ് ബെറ്റർ യൂണിവേഴ്സിറ്റീസ്. നെക്സ്റ്റ് തിങ് ഈസ് ബെറ്റർ യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യയിൽ നല്ല യൂണിവേഴ്സിറ്റി ഇല്ലാന്നല്ല, ഇന്ത്യയിൽ നല്ല യൂണിവേഴ്സിറ്റി കയറണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ വിദേശത്തെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് 1000-നുള്ളിൽ 500-100-നുള്ളിലുള്ള യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. മേ ബി ആ ഒരു അക്കാഡമിക് റിക്വയർമെന്റ് വേണമെന്നില്ല. അപ്പം അങ്ങനെ കുറേ ഇതൊക്കെ കാരണം കൊണ്ട് എബ്രോഡ് എഡ്യൂക്കേഷൻ ഒരു നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം, വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി ഒരു അന്യരാജ്യത്ത് താമസിക്കുന്നു, ആരുമില്ലാതെ, നമ്മുടെ വീട്ടുകാരുടെയോ സുഹൃത്തുക്കളുടെയോ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമ്മുടെ സ്വന്തം കാര്യം നോക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, ചിലർ പാർട്ട് ടൈമിന് പോകുന്നു, ഇത് ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവന് ടീച്ചറുണ്ട്, ഒരു ബോസും ഉണ്ട്, കൊളീഗ്സും ഉണ്ട്, സാലറി മേടിക്കണം, പൈസ കൈകാര്യം ചെയ്യുന്നു ചെറിയ പ്രായത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു 10, 21, 22 വയസ്സാകുമ്പോൾ കുറേ കൂടി റിഫൈൻഡ് ആവും. ബാച്ചിലേഴ്സിന് പോകുന്ന പിള്ളേരാണെങ്കിൽ മാസ്റ്റേഴ്സ് ആണെങ്കിൽ പ്രായം കഴിയുമ്പോൾ ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ പഠിച്ച പിള്ളേരെക്കാളും കുറച്ചും കൂടി ലോകവിവരവും ഒരു ഐഡിയയും കൂടുതൽ വിദേശത്ത് പഠിച്ച പിള്ളേർക്ക് ഉണ്ടെന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ തന്നെ മറ്റൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പലരും റോങ് പാത്ത് ചൂസ് ചെയ്തിട്ട് അങ്ങനെ പോകണില്ലേ? എന്തിനാണോ അവിടെ പോയി വിദേശത്ത് പോയി അത് മാറി വഴിതെറ്റി പോകുന്ന സ്റ്റുഡൻസും ഇല്ലേ? കുറെ വഴിതെറ്റി പോകാൻ അതാ ഞാൻ പറഞ്ഞത്, അവിടെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. പറയുന്ന എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരും ഈക്വലാണ്. നിങ്ങൾ മുടിവെട്ടുകാരനായാലും കല്ലുപണിക്കാരനായാലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ജോലിക്ക് പോകണനുസരിച്ച് സൊസൈറ്റിയിലെ റെസ്പെക്റ്റ് അങ്ങനെ മാറും. അവിടെ അങ്ങനെ ഇല്ല. അവിടെ ഇപ്പോൾ ഒരു ഡിഷ് വാഷർ ആണെങ്കിലും അവൻ്റെ റെസ്പെക്റ്റ് ഉണ്ട്. നമുക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ റിസ്ട്രിക്റ്റഡ് ആണ്. നമ്മുടെ ഇവിടെ ലോകം ഒരു സ്മോൾ ടൗൺ ഒക്കെ ആണെങ്കിൽ ഒരു 7 മണി 9 മണി ആകുമ്പോഴേക്കും സിറ്റിയൊക്കെ എല്ലാം ലൈറ്റൊക്കെ ഓഫാക്കി എല്ലാവരും ഇതാവും. പിന്നെ ഇറങ്ങി നടക്കണമാർ കള്ളന്മാരാണ്. മാറി വരുന്നുണ്ട് അതും. പക്ഷേ വിദേശത്ത് എന്ന് പറഞ്ഞാൽ 9 മണി കഴിയുമ്പോൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ അത് വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ ടെംപ്റ്റ് ചെയ്യാവുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇന്ന കാര്യം എന്നല്ല, എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. നാട്ടിൽ പല കാര്യങ്ങളോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ, അവരുടെ ചെറിയ പ്രായത്തിൽ ആ കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ അതിൽ ഇത് വലിയ കാര്യമെന്ന് വിചാരിച്ച് പല രീതിയിൽ നമ്മൾ ഇതായി പോകും. പിന്നെ നമ്മൾ എപ്പോൾ എടുത്താലും എവിടെ എടുത്താലും ഒരു ഗ്രൂപ്പ് ഓഫ് 100 എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരു 80% ആൾക്കാർ 60% ആൾക്കാർ ദേ മൈറ്റ് നോട്ട് ബി ഡൂയിങ് റിയലി ഗ്രേറ്റ് ഇൻ ലൈഫ്. ഇപ്പോൾ ഒരു 20% ആൾക്കാർ മാത്രമാണ് രക്ഷപ്പെടുന്നുള്ളൂ. ആ റേഷ്യോ ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. അവർ ആ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്താൽ കൂടിയാണ് അവർക്കത് ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. നമുക്ക് വഴിതെറ്റി പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നന്നാവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അതേപോലെ നമുക്ക് ടെംപ്റ്റേഷനും കൂടുതലാണ്. കാരണം ഇവിടെ നമുക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് നാട്ടിൽ. കാരണം നമ്മുടെ നാടാണ്, ആൾക്കാർ അറിഞ്ഞ പ്രശ്നമാണ്, എന്തെങ്കിലും കൂട്ടായ്പ ചെയ്ത പ്രശ്നമാണ്. പക്ഷേ വിദേശത്ത് അങ്ങനെ ഇല്ലല്ലോ. നമ്മൾ ചോദിക്കാനും പറയാൻ ആരുമില്ല. എന്ത് സാധനം ഏത് നേരത്തും 24/7 അവൈലബിൾ ആണ്. നേരത്തെ ചേട്ടൻ പറഞ്ഞല്ലോ ഒരു പർട്ടിക്കുലർ കൺട്രിയിൽ പോയിട്ട് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല എന്ന്. ഇപ്പോഴുള്ള പിള്ളേർക്ക് ഇതേ ഡൗട്ട് ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ പല ഏജൻസിയും പല രീതിയിൽ ആഡ് കൊടുക്കുന്നുണ്ടാവും. ഈ കൺട്രിയാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഈ കൺട്രിയാണ് ബെസ്റ്റ്. അപ്പൊ അവരുടെ മുന്നിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഏത് കൺട്രി വേണമെന്ന് അവരിങ്ങനെ എന്ത് ഐഡിയയിൽ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കും? ഞാൻ പറയുന്നത് നമുക്കൊരു ക്ലാരിറ്റി ഈ പ്രായത്തിൽ പിള്ളേർക്ക് കിട്ടില്ല, എന്താണ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ എവിടെയെങ്കിലൊക്കെ വന്നിട്ട് അവർ കൂട്ടിയിടിക്കും, എവിടെയെങ്കിലൊക്കെ പോയി ഒരു സ്പോണ്ടേനിയസ്ലി ഒരു തീരുമാനം എടുക്കും. പക്ഷെ നല്ല രീതിയിൽ നമ്മുടെ കാലഘട്ടം പോലെ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളില്ലാത്ത കാലമല്ലല്ലോ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഐഡിയ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം. ഒരു കൺട്രി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അറിഞ്ഞിരുന്ന അത്രയും നല്ലത്. ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ അറിഞ്ഞ പിള്ളേരാണെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആവണമെങ്കിൽ ഇന്ത്യയിൽ കിട്ടില്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയാൽ കിട്ടും. അപ്പോൾ ആ ജോലിയുടെ ബാക്കിലേക്ക് ആ ജോലിയുടെ ബാക്കിലേക്ക് വർക്ക് ചെയ്യാന്ന് പറയാം. ഇങ്ങനത്തെ ഡിഗ്രി എടുത്താൽ ഏത് ഡിഗ്രി എടുത്താലും നമുക്ക് ആ ജോലി നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളതല്ല ഇപ്പം തീരുമാനിക്കേണ്ടത്. എന്ത് ജോലിയോ എന്ത് പ്രൊഫഷനാണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് കുട്ടികൾ തീരുമാനിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഓക്കെ, എനിക്ക് ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്,
പിന്നെ ജോലി എവിടെ കിട്ടണമെങ്കിൽ എന്ത് കോഴ്സ് പഠിക്കണം. അപ്പൊ ആ കോഴ്സ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന രാജ്യങ്ങൾ എന്തെല്ലാം. ഇപ്പൊ നമ്മൾ ഓടിപ്പോയി കാനഡ പോയി നല്ല രാജ്യമാണ്, അല്ലെങ്കിൽ USA പോയി നല്ല രാജ്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ രാജ്യം പോയി തെരഞ്ഞെടുത്തതുകൊണ്ട് പക്ഷെ നമ്മുടെ സെക്ടർ, പർട്ടിക്കുലർ ആ സെക്ടർ, മൈനിങ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മൈനിങ് ഇല്ലാത്ത രാജ്യത്ത് പോയിട്ട് മൈനിങ്ങിനെ പറ്റി പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ IT പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ITക്ക് അത്രയും പേരെടുത്ത രാജ്യത്ത് പോവുകയാണെങ്കിൽ അവൻ അത്രയും നല്ലത്. അപ്പോൾ കൺട്രി ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ പ്രൊഫഷൻ എന്താണ് നമ്മൾ അറിഞ്ഞ് ആ മേഖലയിൽ നല്ലോണം നിൽക്കുന്ന കൺട്രീസിനെ റാങ്ക് ചെയ്ത് ആ കൺട്രിയിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുകയായിരിക്കും. എന്നിട്ട് അവിടുത്തെ നല്ലൊരു കോഴ്സ് പഠിച്ച് അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് ഞാൻ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് എന്താ ആവണ്ടേ എന്നുള്ളത്, ഏത് കോഴ്സ് പഠിക്കേണ്ട, ഏത് രാജ്യത്ത് പോകേണ്ടതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിലാവണ്ടേ. കാരണം ഈ 3 കൊല്ലം 4 കൊല്ലം കഴിയും. അത് കഴിഞ്ഞ് നിങ്ങളൊരു ജോബ് മാർക്കറ്റിൽ എത്തും, നിങ്ങൾ വേഗം യു ക്യാൻ സ്റ്റാർട്ട് കോമ്പീറ്റിംഗ് വിത്ത് ദ വേൾഡ്. അപ്പോൾ നമുക്കൊരു ബെറ്റർ ഡിസിഷൻ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുകയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇതേ ഒരു ഡിലമ അവർക്ക് ഈ ഏജൻസീനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിലുണ്ടാവും. അപ്പോൾ ഏത് ഏജൻസി ത്രൂ പോകണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ജെന്യൂൻ ഏജൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് ഫ്രോഡ്സും ഉണ്ട് മാർക്കറ്റിൽ. എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ഓർഗനൈസേഷൻ റൺ ചെയ്യണ ഫ്രീലാൻസേഴ്സും ഉണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ചിലർ ഫ്രോഡായിരിക്കാം. അപ്പോൾ ഒരു കുട്ടി എങ്ങനെ അത് കണ്ടുപിടിക്കും? 2 രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഏജന്റ് ഫയൽ എടുത്തിട്ട് ഏജന്റ് ഓവർ കോൺഫിഡൻസോടുകൂടി എടുക്കുന്നതാണ്. ഫയല് വിസ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കാം. പക്ഷേ ഏജന്റിന്റെ ഈ റൂൾസ് പോളിസീസ് ചേഞ്ച് ആവും. നിങ്ങൾ ഒരു ഈസി ഇമിഗ്രേഷൻ ആണ്, നിങ്ങളൊരു ഈസി പൈപ്പ് ലൈൻ റൂട്ടാണ് എന്ന് ഐഡന്റിഫൈ നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും കൊണ്ട് അപ്ലൈ ചെയ്യും. എല്ലാവരും കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇമിഗ്രേഷനിൽ ബോർഡർ പോലീസും അവർ ഇന്റലിജൻസ് ഏജൻസീസും ഒക്കെ ഉണ്ട്. അപ്പോൾ റൂട്ടിൽ കൂടെ ഇല്ലീഗൽ ഇമിഗ്രേഷനോ ഈസി ഇമിഗ്രേഷനോ നടക്കണമെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അത് അവർ ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് ചിലപ്പോൾ കയറിപ്പോവും. അപ്പോൾ ഇതിൽ എക്സൈറ്റഡ് ആയിട്ട് കുറേ പേര് ഒരു ഡീൽ ഓപ്പൺ ആവും, ഒരു കൺട്രി ഓപ്പൺ ആവും, ഒരു ടൈപ്പ് ഓഫ് വിസ ഓപ്പൺ ആവും. ആ വിസയമേ എല്ലാവരും കൂടി അത് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ആരും ചെയ്യില്ല. ഫസ്റ്റത്തെ അറ്റംപ്റ്റ് റിസ്ക് എടുത്ത് ചെയ്യണ ഏജന്റ് കാശുണ്ടാക്കും. അവൻ കാശുണ്ടാക്കും, കുട്ടികൾ കയറിപ്പോവും ചെയ്യും. സെക്കൻഡ് സെറ്റോ തേർഡ് സെറ്റിലായിരിക്കും ഇവന്മാർ ഈ ഇമിഗ്രേഷൻ, ആ കൺട്രിയുടെ ഇമിഗ്രേഷൻ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UK ഇമിഗ്രേഷൻ വളരെ ഈസിയർ ആയിരുന്നു. ഫിനാൻഷ്യൽസ് ഒക്കെ വളരെ ഈസി ആയിരുന്നു. കൊറോണ ഉള്ള സമയത്ത് തന്നെ ഇവിടെ ആദ്യം ഓപ്പൺ ആയ ഒരു ഇമിഗ്രേഷൻ കൺട്രി UK ആണ്. അപ്പോൾ അതിനകത്ത് കുറേ ഡോക്യുമെന്റ്സ് ആയാലും കുറേ ഫേക്ക് ഡോക്യുമെന്റ്സ് വെച്ച് കുറേ സ്റ്റുഡൻസ് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ലേറ്റർ ഇവർ ഐഡന്റിഫൈ ചെയ്യണം. ഇവർക്ക് അവരുടേതായ ടീം ഉണ്ടല്ലോ, അവർക്കും വലിയ രാജ്യമാണ്, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതൊരു റൂൾസ് ഓരോ സെമസ്റ്റർ സ്ട്രിക്റ്റ് ആക്കി വന്ന് ഇപ്പോൾ ഏകദേശം ഇമിഗ്രേഷൻ ഭയങ്കര സ്ട്രോങ് ആയി. അത് സിമിലർ കേസസ് എല്ലാ രാജ്യത്തും നടക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലായിരിക്കും ചിലപ്പോൾ ഇവർ ഈ പറഞ്ഞ വലിയ ബൾക്കായിട്ട് ഏജന്റും ആരും പറ്റിക്കണം എന്ന് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ അങ്ങനെ ചെയ്യണവരും ഉണ്ട്. അത് വേറെ വശം ഞാൻ പറയുന്നത്. ഇതിന് 2 വശമുണ്ട്. ഇവരോടും പറയണത് റിജക്ഷൻ ഒരിക്കലും ഒരു ഇതല്ല. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സഹകരിക്കുക എന്നുള്ളതാണ്. അതിൽ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന കേസ് ചിലവർ ഏജൻസി ഒറ്റയടിക്ക് ആ ഡീൽ ഇത് ആവുമ്പോൾ അവരെ നിർത്തി അവർ അബ്സ്കോണ്ടഡ് ആവും. അപ്പം അങ്ങനത്തെ ഏജൻസി നിങ്ങളിപ്പോൾ റെപ്യൂട്ടേഷൻ ആണ്, ഇവനെ പെട്ടെന്ന് ഇങ്ങനെ മാഞ്ഞു പോകാൻ സാധ്യതയില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എപ്പോഴും സേഫ് ആയിരിക്കും. വിസ റിജക്ഷൻ ഒക്കെ നമുക്കും വിസ റിജക്ഷൻ വന്നിട്ടുണ്ട്. ഇല്ല നമ്മൾ പറയില്ല, വലിയ ബൾക്ക് ഓഫ് വിസ റിജക്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ പിള്ളേരെ പറ്റിക്കാനോ അതൊന്നുമല്ല. ഇത് പോളിസി ചേഞ്ച് വരുമ്പോൾ നമുക്ക് റിജക്ഷൻ വരും. പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഏജൻസി അങ്ങനെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ആ പിള്ളേരെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഓടി പോകാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ ഈ വഴി കാണുന്ന ഏജന്റിനെയും യൂറോപ്പിൽ നിൽക്കണു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങളുടെ പൈസ അടക്കം അങ്ങനെ കുറേ സ്കീം നടക്കുന്നുണ്ട്. വാട്സപ്പിൽ മാത്രം പരിചയമുള്ള ആൾ, ഇൻസ്റ്റാഗ്രാമിൽ മാത്രം. കാരണം യൂറോപ്പിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വിദേശത്ത് നിൽക്കുന്ന ഒരാൾ ഞാൻ നിനക്ക് ആ പൈസയ്ക്ക് ചെയ്ത് ഇപ്പോൾ ഒരു സ്വർണ്ണത്തിന് ഇതാണ് വില, അതിൻ്റെ പകുതി വിലയ്ക്ക് ഞാൻ സ്വർണ്ണം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ട് കാശ് കൊടുക്കും. മാർക്കറ്റിലുള്ളതിനേക്കാളും നിങ്ങൾക്ക് വലിയൊരു കിടലും ഡീലും ഒരാൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നല്ല, അതിനകത്ത് എന്തെങ്കിലും ഒരു സ്കീം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ ചെയ്യാനാണെങ്കിലും വർക്ക് വിസയിൽ പോകാനാണെങ്കിലും, വർക്ക് വിസയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ തട്ടിപ്പ് നടക്കുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ പോകാനാണെങ്കിലും ആ പർട്ടിക്കുലർ രാജ്യത്തിനെ വിസ ചെയ്തിട്ടുള്ള ഏജൻസീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് സെയിൽസ് ആണ് മൊത്തത്തിൽ. അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് പരിപാടി. വിസ റിജക്ഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അത് നമ്മൾ എന്തുണ്ടാവാം, നമ്മുടെ കൺട്രോളല്ലാത്ത പല പുറത്തേക്കും കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു കുട്ടി വിസ അടിച്ചു അവിടെ എത്തി, ചേട്ടൻ പോയ സമയത്ത് മീൻസ് ഇനീഷ്യൽ സ്റ്റേജ് കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ഏജിൽ അല്ലെങ്കിൽ ബാച്ചിലർ പോകുമ്പോൾ നമ്മള് കയറി പോകുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിൽ നടന്നു പോയിരുന്ന ആൾക്കാരാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു പുതിയ രാജ്യത്തെത്താണ്. പക്ഷെ ആ സുപ്രഭാതത്തിൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ സ്വയം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. പിന്നെ അവർക്ക് ഒരു ഗ്ലാസ് പോലും ഹോസ്റ്റലാണെങ്കിലും കൂടെ പിള്ളേരുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം കാര്യം, ഇപ്പോൾ നമ്മുടെ സോക്സ് ആണെങ്കിലും നമ്മുടെ ചായ ഗ്ലാസ് ആണെങ്കിലും നമ്മൾ കഴുകി എടുത്ത് വെച്ചാൽ നമുക്ക് പിറ്റേസ് വിടാൻ പറ്റുള്ളൂ. ഭക്ഷണം നമ്മൾക്ക് പെട്ടെന്ന് വിദേശത്ത് പോകുമ്പോൾ ഫോറിൻ കറൻസിന്റെ റേറ്റ് ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് പൈസ ഇറക്കി സ്പെൻഡ് ചെയ്യാൻ ചെറിയ പേടിയുണ്ടാവും. മിഡിൽ ക്ലാസ് ഫാമിലീസിൽ നിന്ന് പോകുന്ന ആൾക്കാരായതുകൊണ്ട്
കുക്കിംഗ്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുടെ ലോണ്ടറി നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ഒരു അന്യ രാജ്യം, വേറൊരു ക്ലൈമറ്റ്, എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ക്ലൈമറ്റ് ആയിരിക്കും, അതിൻ്റെ ചലഞ്ചസ് ഉണ്ടാവും. പിന്നെ ഈ പ്രായമായതുകൊണ്ട് വീട്ടുകാരോടും ഫ്രണ്ട്സിനോടും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അവർക്ക്. ആ അറ്റാച്ച്മെൻറ്റ് ഒറ്റ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ആരും ഇല്ലാത്തൊരു ഫീലിംഗ്, ലോൺലിനെസ് അടിക്കും. ക്ലൈമറ്റ് കുറേയൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഈ സെപ്റ്റംബർ അല്ലെങ്കിൽ ഫെബ്രുവരി ഒരു തണുപ്പ് കാലാവസ്ഥയുള്ള സമയത്താണ് പോണേ. ചെറിയൊരു വെള്ളം നമ്മുടെ നാട്ടിനേക്കാളും ഇച്ചിരി തണുപ്പുണ്ടാവും, ഒരു ഡിപ്രസിങ് ഫീൽ വരും നമുക്ക്. അതൊരു ചലഞ്ചിങ് സിറ്റുവേഷനാണ്. അപ്പോൾ അത് ആദ്യം ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ രാജ്യത്തിനോട് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് അങ്ങനെ വിഷമിക്കുന്ന പിള്ളേരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറും. ഇതൊരു 2 or 3 ചിലവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. ഒരു ആഴ്ച 10 ദിവസം ഒറ്റ ദിവസം കൊണ്ട് അഡാപ്റ്റ് ചെയ്യുന്ന പിള്ളേരുണ്ട്, ചിലർ 6 കൊല്ലം കഴിഞ്ഞിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന പിള്ളേരുണ്ട്. പക്ഷെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു പുതിയ സാധ്യതയാണ്. കാരണം അവർക്ക് ആ ഫ്രീഡായി, അവർക്ക് ആ നാടായിട്ടൊരു ഇതായി. ഇനി ദേ ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദംസെൽവ്സ്. പിന്നെയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒപ്പം തന്നെ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള പിള്ളേരാണെങ്കിൽ അവർക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ കുറച്ച് ചിലവ് വരും. ഈ അവിടുത്തെ കാലാവസ്ഥയുടെ ഡ്രസ്സ് മേടിക്കണം, അവിടുത്തെ ഇമിഗ്രേഷൻ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനത്തെ ഇൻഷുറൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആവും. അപ്പോൾ അതും അവർ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ട ഒരു കുട്ടികളായിരിക്കുമ്പോൾ അവർ വീട്ടുകാരാണ് എല്ലാ കാര്യങ്ങളും നോക്കണം. അതും ഒരു ബുദ്ധിമുട്ടാണ്. പാർട്ട് ടൈം അന്വേഷിക്കും, പാർട്ട് ടൈം കിട്ടാനുള്ള ചലഞ്ചസ്. പാർട്ട് ടൈം കിട്ടി കഴിഞ്ഞാൽ മണി മാനേജ്മെന്റ്, ഒരു പുതിയൊരു വർക്കിംഗ് എൻവയോൺമെന്റിൽ വേറെ രാജ്യക്കാരോട് സഹകരിച്ച് ജോലി ചെയ്യുക, അതൊക്കെയാണ് ചലഞ്ചസ്. പക്ഷെ ഈ ചലഞ്ചസ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതിൽ നമുക്കൊരു വഴിയില്ല. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് മാത്രം. കാരണം ഇത് നമുക്ക് ഒരിക്കലും ആരോട് പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഒന്നും മാറില്ല. പക്ഷെ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇതിലെങ്ങനെ ബെറ്റർ ആയിട്ട് നമുക്ക് ജീവിക്കാം എന്നുള്ളത് അവരെ പഠിപ്പിക്കുന്ന കുറേ എക്സ്പീരിയൻസസ് ആണ്. ഇനീഷ്യൽ സ്റ്റേജസ് കുറേ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടാവും. ജോലി സ്ഥലത്ത് നിന്ന് ഉണ്ടാവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാവാം, കുറേ കൂട്ടുകാർ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് ശമ്പളം തന്നില്ല, അല്ലെങ്കിൽ അവർ വഴക്ക് പറഞ്ഞു. ഇതൊന്നും വീട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത പിള്ളേരാണ് അവിടെ പോയിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഡൗൺ ആവും. പക്ഷെ ഇത് കിട്ടി ശീലമാകുമ്പോൾ നമ്മൾ പറയില്ല, നമുക്കറിയാവോ. പക്ഷെ അതേ പറഞ്ഞ 2-3 കൊല്ലം മുമ്പേക്ക് അവൻ റെഡി ആവും, സെറ്റ് ആവും. ഈ ബാഡ് എക്സ്പീരിയൻസ് ഉദ്ദേശിച്ചത് റേസിസം പോലത്തെ ആണോ, അങ്ങനെ വേറെ എന്തെങ്കിലും ആണോ? റേസിസം പോലെയല്ല. നമുക്കിപ്പോൾ ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ മലയാളികൾ തന്നെ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കണ കാരണം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മലയാളികൾ അറിയാം. ആരെങ്കിലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറ്റിച്ചിട്ടുള്ള കഥകൾ ഉണ്ടാവാം. അപ്പോൾ ഈ ഇവര് മലയാളികൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടുപ്പിക്കില്ല മലയാളീസിനെ. അത് അവരുടെ അനുഭവങ്ങൾ, അത് അവരുടെ കുറ്റമല്ല. മലയാളീസിനെ ആരും അടുപ്പിക്കില്ല. എല്ലാവരും അപ്പന കാര്യം നോക്കി ജീവിക്കാനാണ്. അതാണ് ഒരു ബുദ്ധിയുള്ള ഒരാൾ അവിടെ ചെയ്യാം. നമുക്ക് കണ്ട ഉപകാരമുള്ള ബന്ധങ്ങൾ അങ്ങനത്തെ ബന്ധങ്ങളാണ്. പക്ഷെ അവർ നമ്മളെ പെട്ടെന്ന് അങ്ങനെ കയറി അടുപ്പിക്കില്ല. ഉപകാരമില്ലാത്ത ബന്ധങ്ങൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ബന്ധങ്ങളും വരും. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു യൂസും ഇല്ലാത്ത കുറേ ബന്ധങ്ങൾ കിട്ടും. നമ്മളെ ആൾക്കാർ ഈ ഒരു മലയാളിയായിട്ട് ആ മലയാളി എന്തായാലും ഒരു ഇന്ത്യക്കാരനായിട്ട്, ഒരു ഇന്ത്യക്കാരൻ എന്തുകൊണ്ടാണ് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. പക്ഷെ എന്നെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ മുതലാളിക്ക് എനിക്ക് ജോലി തരാൻ സാധ്യതയുള്ളടുത്ത് ജോലി തരാറുണ്ട്. എനിക്കൊരു പാകിസ്ഥാനി ജോലി എന്നുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മൾ സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലൊക്കെ എവിടുന്നേലൊക്കെ ഹെൽപ്പ് കിട്ടും. നമ്മളെ മാക്സിമം സോഷ്യലൈസ് ചെയ്യുക. എന്നെയും അവിടെ യാത്രകളിലും അല്ലെങ്കിൽ ഈ ഓരോ രാജ്യത്തും ആദ്യമായിട്ട് പോകുമ്പോൾ മലയാളികളും ഇന്ത്യക്കാരൊക്കെ തന്നെയാണ് സഹായിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ പോണ 10 പേര് നമ്മളെ അറ്റൻഡ് ചെയ്തോളന്നില്ല. ഈ 10 പേരിൽ 1-2 പേര് നമുക്ക് എന്തെങ്കിലും ഒരു ത്രൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ചിലപ്പോൾ ഒരു റെഫറൻസ് ആയിരിക്കാം, അവനറിയുന്ന ഒരു വേക്കൻസി ഉണ്ടാവും, അവനത് അവിടെ റെഫർ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമുക്ക്. പിന്നെ ഈ റേസിസം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ എക്സ്പീരിയൻസ്, റേസിസത്തിന്റെ വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കാണിക്കേണ്ട റേസിസം ഒന്ന്. ഇപ്പം നമ്മുടെ നാട്ടില് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിനെ നിങ്ങൾ ഒരിക്കലും ഒരു മലയാളിനെ അറ്റൻഡ് ചെയ്യുന്ന പോലെ അറ്റൻഡ് ചെയ്തോളെന്ന് എനിക്ക് തോന്നണില്ല. ശരിയല്ലേ? അപ്പോൾ അവരും നമ്മളങ്ങനെയാണ് കാണുന്നത്. എന്നാൽ അന്യ സംസ്ഥാനത്ത് തൊഴിലാളി ഇവിടെ വന്ന് ബാങ്കിൽ മാനേജറായിട്ടോ ഒരു വലിയ കമ്പനിയിലെ വലിയ ഉദ്യോഗസ്ഥരായിട്ട് പോലീസുകാരനോ പൊളിറ്റീഷ്യനോ ആണെങ്കിൽ നിങ്ങൾ കൈ 2 എഴുതിയിട്ട് സ്വീകരിക്കൂലേ? നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അവിടെ. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പ്, ഇന്ത്യൻസ് കുറേ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾക്കൊരു ഇവിടെ കുറേ മോഷണം നടക്കുന്നുണ്ട് കേരളത്തിൽ, അല്ലെങ്കിൽ ഒരു ഇത് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റേസിസം വരില്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത് ഇന്ത്യൻസ് മുമ്പ് നിൽക്കണ ഇന്ത്യൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ റേസിസം വരാം. പർട്ടിക്കുലർ റേഷ്യൽ ഗ്രൂപ്പിനോട്, ഞാൻ ജോബിൻ്റെ ഇതിൽ ഡിസ്റെസ്പെക്ട് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ റേഷ്യൽ ഗ്രൂപ്പിനോട് ഒരു ദേഷ്യം. ഇന്ത്യൻസ് ആയാലും ഏഷ്യൻസ് മൊത്തത്തിൽ നമ്മുടെ ലുക്സ് വ്യത്യാസമുണ്ട്, നമ്മൾ നടക്കണ ഒരു സ്റ്റൈല് വ്യത്യാസമുണ്ട്, നമ്മുടെ ഡ്രസ്സിങ് വ്യത്യാസമുണ്ട്, നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കുറേയൊക്കെ ഇറിറ്റേറ്റിംഗ് ആണ് അവിടുത്തെ ആൾക്കാർക്ക്. അങ്ങനെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും. നമ്മുടെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഇന്ത്യൻ അത് ചെയ്തു,
അപ്പോൾ ആ ഫുൾ ആ ഒരു അല്ലെങ്കിൽ ഒരു ആ ടൈപ്പ് ആൾക്കാരെ മൊത്തത്തിൽ അത് ചിത്തപ്പേര് കൊണ്ടുവരും. പക്ഷെ അവരും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ നമ്മളെ മലയാളീസ് മോഷ്ടിക്കുന്നുണ്ട്, പക്ഷെ ഒരു അല്ലൊരു ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ പേടിയാവും. അപ്പോൾ അങ്ങനെ കുറേ കേസ് ഇന്ത്യക്കാരിങ്ങനെ പൊക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു ഇതുണ്ടാവും. ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ തൊട്ടിത്തരുണ്ട് ഇന്ത്യൻസിന് പ്രത്യേകിച്ച്. ഞങ്ങൾക്കും ഞങ്ങളുടെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ പോകുമ്പോൾ അങ്ങനെ അധികം ഞങ്ങളും ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ, ഇല്ല എന്ന് നമ്മൾ പറയണമെന്നില്ല. പക്ഷേ ഇവർ ആദ്യം തന്നെ ക്ലബ്ബുകൾ ആക്രമിക്കുക എന്നുള്ളതാണ് ഈ പിള്ളേരുടെ ആദ്യത്തെ പരിപാടി. ഈ വന്നിറങ്ങുമ്പോൾ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക, നൈറ്റ് ലൈഫ് കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ബാറിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ബാറിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്, ഇതൊന്നും ഇവരൊന്ന് ഭയങ്കര ഇതാവും. മദ്യപിച്ചിട്ടായിരിക്കാം, മദ്യം കഴിച്ച് ശീലമില്ലാത്ത പിള്ളേരായിരിക്കും കൂടുതലും, ചെറിയ പ്രായത്തിലായതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ വെട്ട് കാണിക്കും. അപ്പോൾ അവർ ആ ഒരു ടൈമിൽ മൊത്തത്തിലൊരു ചീത്തപ്പേരുടെ ലെവൽ അങ്ങോട്ട് കൂടും ഇൻടേക്ക് തുടങ്ങുന്ന സമയത്ത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇവന്മാരെ ആ ക്ലബ്ബിൽ നിന്ന് പിടിച്ച് പുറത്താക്കും, ഇവിടെ പിടിച്ച് പുറത്താക്കും. പിന്നെ ജോലി സ്ഥലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വഭാവങ്ങളുണ്ടല്ലോ. പിന്നെ മലയാളീസ് എന്നല്ല എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ, അവരും ചെയ്യുന്നുണ്ട്. അവരും മോഷ്ടിക്കുന്നവരുണ്ട്. പക്ഷെ അവർ ചെയ്ത കുഴപ്പമില്ല, അവരുടെ സ്വന്തം നാടല്ലേ. അവരും തല്ലുണ്ടാക്കി കച്ചറ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അറ്റൻഷൻ കിട്ടും, അത് വലിയ ന്യൂസിൽ വലിയ വാർത്തയാവും. കാരണം ഒരു വിദേശ ഇതായതുകൊണ്ട്. അപ്പോൾ ഇത് ആകെ ഒരു പാനിക് ഉണ്ടാക്കും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. വേറെ അപ്പോൾ അവർക്ക് നമ്മളോടൊരു ചെറിയൊരു അതാണ് റേസിസം. പക്ഷെ നമ്മൾ മാന്യമായി സംസാരിച്ച്, മാന്യമായി വസ്ത്രം ധരിച്ച്, മാന്യമായിട്ട് ആൾക്കാരോട് ഇടപഴകുകയാണെങ്കിൽ നമ്മൾ വെറുതെ നമുക്കൊരു തോന്നലുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് കഥ പറഞ്ഞപ്പോൾ അവന് ഒരാൾ നോക്കി തല്ലാൻ വരുന്നുണ്ടോ, റേസിസ്റ്റ് ആണെന്ന് വിചാരിച്ച് ഇവൻ വെറുതെ ഇറങ്ങി ഓടി. അവൻ്റെ പിന്നാലെ അയാൾ ഓടി. അപ്പം നമ്മൾ എന്തിനാണ് അയാൾ എന്നെ തല്ലും പറഞ്ഞ് പേടിച്ച് പരിങ്ങി അവൻ ഓടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൻ എന്തോ കള്ളനാന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ഓടിപ്പിച്ച്, എന്തോ മോഷ്ടിച്ചിട്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വെറുതെ പേടിക്കാതിരിക്കുക. നമ്മൾ ആക്ട് കോൺഫിഡൻറ്റ്. നമ്മളൊരു പബ്ലിക് സ്ഥലത്ത് നിന്നാലും ഒരു നൈറ്റ് പോവുകയാണെങ്കിലും അത് ചെയ്യുക. സെക്കൻഡ്, മദ്യപിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് വളരെ രാത്രി ബസ് സ്റ്റോപ്പിൽ പോലും വരലൊക്കെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഇപ്പോൾ ഈ വഴിയിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരേ മണ്ടയിൽ ഓപ്പണായിട്ട് മദ്യപിച്ചിരിക്കുന്ന ഗ്യാങ്ങുകളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും നമ്മൾ ജോലിക്ക് പോയി വരുന്നത്, ആ സമയത്തായിരിക്കാം. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് കാണുമ്പോൾ വളരെ ചിരിച്ച്, വളരെ ഒരു ഗൗരവം കാണിക്കാതെ, വളരെ ഫ്രണ്ട്ലി നേച്ചറിൽ ഹായ് ഒക്കെ കാണിച്ച് പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ ഉപദ്രവിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ചില മലയാളീസിൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അവർ വലിയ ഗമയിൽ നടന്നു പോകും. അപ്പോൾ അവരും വിചാരിക്കും ഇവനെ, അവർ മദ്യപിച്ചിരിക്കുകയായിരിക്കും, ഇവനെ ഏതാളോ അവൻ വിചാരിച്ച് വിളിച്ചു വരുത്തി രണ്ടെണ്ണം കൊടുത്തിട്ട് വിട്ടിട്ട് നല്ല ഇടി എടുത്തിട്ട് വിട്ടിട്ട് കേസുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അവരുടെ അടുത്ത്, അവരുടെ നാടാണ്, അവരുടെ അടുത്ത് വെറുതെ എണി പിടിക്കാൻ തോട്ടി പിടിക്കാൻ പോകരുത്. നമ്മൾ അവരുടെ അടുത്ത് ഹലോ, ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിൽ ഹലോ, ഹൗ ആർ യു, സോറി, ബൈ എന്നൊക്കെ ആ ബേസിക് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഭാഷ അറിയാതെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. അവർ നമ്മൾ ഒരാൾ നിങ്ങളെ തല്ലാൻ വരുമ്പോൾ സോറി എന്ന് പറഞ്ഞ് നമ്മൾ ആ ബോഡി ഇങ്ങനെ പറഞ്ഞ ഒരാളും നിങ്ങളെ തല്ലില്ല. അത് ഇപ്പോഴൊക്കെ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവില്ലേ? നമ്മളടക്ക് നാട്ടുകാർ കുറെ പേരോടെ ഉണ്ടല്ലോ. ഇപ്പൊ പണ്ട് ചേട്ടൻ ഫേസ് എത്ര സ്ട്രഗിൾ ഇപ്പൊ ഉണ്ടോ? അതാ പറഞ്ഞ ഇവര് ഇന്ത്യക്കാർ കൂട്ടം കൂടി വന്നിട്ട് ഏതെങ്കിലും ഒരു എന്തെങ്കിലും മോഷ്ടിച്ചിട്ട് എന്തെങ്കിലും വൃത്തിയുടെ കാണിച്ചിട്ട് അവൻ പോവും. പക്ഷെ ഇവന്മാർക്ക് നമ്മൾ ചൈനക്കാരെ കാണുന്ന പോലെയാണ് ഇവർക്ക് നമ്മളെ കാണുന്നത്. മനസ്സിലായ? അവർക്ക് പെട്ടെന്ന് നമ്മളെ മാറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേറൊരുത്തനായിരിക്കും വൃത്തിയുടെ ചെയ്ത്, ഇവൻ പാവമായിട്ട് സൈഡിൽ നിൽക്കണായിരിക്കും, പക്ഷെ ഇവനെ പിഴിയും. അപ്പൊ അവന് കിട്ടും വെറുതെ. എനിക്ക് എങ്ങനത്തെ കേസ് അനുഭവം ഉണ്ട്. ചിലത് വരാനുള്ളത് വരും, അതൊന്നും ചെയ്യാനില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ നാട്ടിലും വരും. പബ്ലിക് പ്ലേസിൽ നിന്നിട്ട് വെറുതെ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒന്നുള്ളതാവണമെന്നൊക്കെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല. അവർക്ക് നമ്മൾ ഒരു കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിനെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ അവരുടെ ഫാമിലിയിൽ അവരുടെ കൂടെ ജീവിക്കുന്ന ഇന്ത്യൻസ് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ, മലയാളി ഇന്ത്യൻസിനെ കല്യാണം കഴിക്കുന്ന ഫോറിനേഴ്സ് ഉണ്ട്. അവരുടെ ഫാമിലിയിൽ പോകുന്ന ആൾക്കാർ ശ്രീലങ്കൻസിനെ കല്യാണം, പാകിസ്ഥാനിനെ കല്യാണം കഴിക്കുന്നത്. നമ്മൾ പേപ്പർ മാരേജിന് കല്യാണം കഴിക്കുന്നതല്ല ഞാൻ പറയുന്നത്. വളരെ ഒരു പ്രണയം കണ്ടെത്തി ഒരു രണ്ട് ഫാമിലി അസോസിയേറ്റ് ചെയ്യുന്ന പല കേസസും ഉണ്ട്. അവരങ്ങനെ കംപ്ലീറ്റ്ലി അടച്ച് അവർ റേസിസ്റ്റാന്ന് പറയില്ല. നമ്മൾ എങ്ങനെയാണോ അതനുസരിച്ച് അവർ നിൽക്കും. ലാംഗ്വേജ് എപ്പോഴും ഒരു ബാരിയറാണ്. അവരുടെ ലാംഗ്വേജ് നമ്മൾ, പക്ഷെ അവർക്കൊക്കെ കുറെ എല്ലായിടത്തും ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ലാംഗ്വേജ് അറിയാത്ത സ്ഥലത്താണെങ്കിൽ ലാംഗ്വേജ് പഠിച്ചാൽ കുറേയും കൂടി ആ ഒരു ടീം അവരുടെ ഒരു ആളായിട്ട് നമുക്ക് നിൽക്കാം. ഇപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ റേസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്ത്യനാണ്, അവരുടെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിയില്ലെങ്കിൽ അവരൊരു ബ്രേക്ക് ടൈമിന് നമ്മളെ കൂടെ കൂട്ടില്ല. എന്നാൽ അവരുടെ തമാശകളോ കോമഡികളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് നമ്മളൊരു അധികപ്പറ്റ് പോലെ തോന്നും. അത് റേസിസ് അല്ല, നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. ആ ഭാഷ അറിയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലായാലും മലയാളികൾ ഇരിക്കണോടത്ത് മലയാളം അറിയാത്ത ഒരാൾ വന്നിരിക്കുമ്പോൾ നമുക്കൊരു സിങ്കാവില്ല. അതൊക്കെ റേസിസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. നമുക്കറിയാലോ, അതാണ് പ്രശ്നം. അപ്പം നമ്മൾ സ്മാർട്ടായിട്ട് അവരുടെ കൂടെ കയറി നിന്ന് ഭാഷ പഠിക്കാൻ നിന്ന്, എനിക്ക് കുറെ സുഹൃത്തുക്കളെ അവരുടെ കൊളീഗ്സിന്റെ കൂടെ ടൂർ പോവുക, അവരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ ക്ലാസ്മേറ്റ്സിന്റെ കൂടെ കറങ്ങാൻ പോവുക,
പോവുക, അവരെ പല ആക്ടിവിറ്റിക്ക് ഇവരെ അങ്ങനെ സിറ്റിസൺഷിപ്പ് നോക്കാതെ ഇവര് റെഡി ആണെങ്കിൽ അവരും അക്സെപ്റ്റിംഗ് ആണ്. കുറെ സ്ഥലത്ത് എങ്ങനെയാണ്, അത് വ്യക്തി ടു വ്യക്തി മാറുന്നതാണ് എൻ്റെ അഭിപ്രായം. ലാംഗ്വേജിന്റെ കേസ് പറഞ്ഞല്ലോ, ഇപ്പോൾ ലോക്കൽ ലാംഗ്വേജ് ഇല്ലാതെ ഒരു പാർട്ട് ടൈം ചെയ്തിട്ട് ഫുൾ സക്സസ് നേടാൻ പറ്റുമോ? ഒന്നുകൂടി ഹയർ ലെവൽ വർക്കുകളൊക്കെ കിട്ടുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? നമ്മളെ നന്നാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ വിദേശ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടിക്ക് ബേസിക്കലി അവന് യാതൊരു ജോലി ചെയ്ത് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ വല്ല പട്ട വെട്ടിയോ അല്ലെങ്കിൽ തേങ്ങ കുതിച്ചോ ഒന്നുമല്ല, അല്ലെങ്കിൽ അപ്പനെ സഹായിക്കുക അങ്ങനെ ചെറിയ ചെറിയ ജോലി ചെയ്തിട്ടുണ്ട് ഒരു വർക്കർ എന്ന രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടി ആദ്യം തന്നെ ഒരു വർക്ക് പ്ലേസ് എങ്ങനെ പോകണം, എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കുക. സെയിം ടൈം നമുക്ക് അവിടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ സ്കിൽസ്, ഇപ്പൊ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് ഡ്രൈവിംഗിന്റെ ജോലി കിട്ടും, ബാർടെൻഡിങ് അറിയുന്ന ആൾക്കല്ലേ ബാർടെൻഡർ ആക്കാൻ പറ്റുള്ളൂ, കോഫി ഉണ്ടാക്കുന്ന ആൾക്കാണ് കോഫി മേക്കർ. അങ്ങനെ നമ്മൾ ഒരു സ്കില്ല് നമ്മുടെ വളർത്തിയെടുത്ത് കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് സ്കിൽ റിക്വയർമെന്റ് ഇല്ലാത്ത ജോലീസ് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ പ്രശ്നം അവർക്ക് അനാവശ്യ ദുരഭിമാനമാണ്. വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സുള്ളൂ പക്ഷെ വലിയ ജോലിയും വേണം, പക്ഷെ അവന് ഒന്നിനുള്ള സ്കില്ലില്ല എന്നുള്ളത് അത് ആ ഒരു മൈൻഡ് സെറ്റ് വലിയൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് നമുക്ക് കാണാം. അപ്പോൾ അവർ ചിലപ്പോൾ എടുക്കുന്നത് ഡിഷ് വാഷർ ആയിട്ടായിരിക്കാം, ഫ്ലോർ ക്ലീനർ ആയിട്ടായിരിക്കാം. ഇപ്പോൾ വേറെ കൊറിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിനും വലിയ സ്കില്ല് വേണമെന്നല്ല, ഡ്രൈവിംഗ് സ്കില്ല് വേണ്ടി വരും, അല്ലെങ്കിൽ സൈക്ലിങ്ങിലോ വേറെ രീതിയിൽ ചെയ്യണവരുണ്ട്. പക്ഷേ ഇനീഷ്യലി നിങ്ങൾക്ക് യാതൊരു സ്കില്ലും ഇല്ലെങ്കിൽ നിങ്ങൾ അൺസ്കിൽഡ് ജോബ്സ് ചെയ്യേണ്ടി വരും. അതൊരു 3rd ഗ്രേഡ് ജോബ് ആയിരിക്കാം. 3rd ഗ്രേഡ് ജോബ് ആകുമ്പോൾ ആ ദുരഭിമാനം ആദ്യം കളയണം. എൻ്റെ അപ്പൻ്റെ തറവാട് ഇതാണ്, ഞാൻ അവിടെ പോയി പാത്രം കഴുകിയ എങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. 1 മണിക്കൂറിനാണ് പൈസ. അപ്പോൾ എത്ര നമ്മൾ പണിയെടുക്കുന്നോ അത്രയും പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിന് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ദുരഭിമാനം വെച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ അന്വേഷിച്ചാൽ ലേബർ ഷോർട്ടേജ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ജനസംഖ്യയുടെ വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ജനസംഖ്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ജോലിക്ക് അവിടുത്തെ ആൾക്കാർ ശേഷം തീരെ പോയില്ല. നമുക്കുള്ള അഹങ്കാരമുള്ള പോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ചായക്കടയിൽ ചായ അടിക്കാനൊക്കെ ഇപ്പോൾ ബംഗാളികളെ അവരെ നിർത്തിയേക്കുന്നത്. നമ്മൾ പോയിട്ട് ഇപ്പോൾ ചായ അടിക്കാനും തേപ്പണിക്ക് ഇന്നത്തെ മലയാളി പോവില്ല, ചിന്തിക്കുകയില്ല. അപ്പോൾ അവരും തീരെ ചിന്തിക്കില്ല. അപ്പൊ അങ്ങനത്തെ ജോലിക്കാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ട്, പക്ഷെ നമ്മൾ ചെയ്യാൻ തയ്യാറല്ല. അത് ഹാർഡാണ്, ഡിഫിക്കൽട്ടാണ്. ഷിഫ്റ്റ് കറക്റ്റ് സമയം ജോലിക്ക് പോകാന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പാർട്ട് ടൈം കിട്ടിയില്ല, പാർട്ട് ടൈം ഈസ് ഡിഫിക്കൽട്ട്. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഇവിടത്തെ പോലെ 10:30 എന്നല്ല, 8 മണിക്കും 8:30 ക്ലാസ് തുടങ്ങും. ഈ ക്ലാസ് തുടങ്ങുമ്പോൾ കാലാവസ്ഥ നമ്മുടെ കാലാവസ്ഥയല്ല, നല്ല തണുപ്പാണ്, പുറത്തൊക്കെ മഞ്ഞായിരിക്കും ചിലപ്പോൾ. ഈ മഞ്ഞത്തൊക്കെ കാലത്ത് എണീറ്റ് 6 മണിക്ക് എണീറ്റ് പിള്ളേർക്കൊക്കെ ഇന്ന് ഡിസ്ട്രാക്ഷൻ്റെ അയ്യരുകളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ തന്നെ ഭയങ്കര ഡിസ്ട്രാക്ഷനുകൾ. ഉറങ്ങുന്നത് 3 മണിക്ക് 4 മണിക്കാണ് പരിപാടി കഴിഞ്ഞ് ഉറങ്ങുന്നത്. കാലത്ത് 6 മണിക്ക് ഷിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ 7 മണിക്ക് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ 5 മണിക്ക് 6 മണിക്ക് എണീക്കണം, നമ്മൾ ഡ്രസ്സ് മാറി മഞ്ഞത്ത് നടന്ന് പോകണം, കറക്റ്റ് ടൈമിൽ അവിടെ എത്തണം. നമുക്ക് തീരില്ലാത്ത സാധനമാണ് പങ്ക്ച്വാലിറ്റി. ഈ സാധനം നമുക്ക് തീരില്ല. മലയാളീസിന് ഇന്ത്യൻസിന് ശേഷമില്ല. നമ്മൾ 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:30 എത്തുള്ളൂ അല്ലെങ്കിൽ 11 മണിക്ക് എത്തുള്ളൂ. അപ്പോൾ അതൊന്നും അവർക്ക് തീരെ ഇഷ്ടമല്ല. ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യമാണെങ്കിൽ കൂടിയും 8 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:55 അവർ എത്തിയിരിക്കും. അപ്പോൾ അത് അവിടെയും ഒരു ചലഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ക്ലാസ്സിനും പോകണം, ഇതിൻ്റെ ഇടയിൽ ചോറ് വയ്ക്കണം, ഫുഡ് കഴിച്ചില്ല നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് വരും. അത് ചെറിയ പ്രായത്തിൽ ഇവർക്ക് അറിയില്ല, ഭാവിയിൽ വരും. ഈ പാർട്ട് ടൈം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ഹാർഡ്, ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ പാർട്ട് ടൈം കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ പോകാനും കൂടി പറ്റണം. എന്ത് ടൈപ്പ് പണിക്കും പോവാന്നുള്ളതാണ്. പോയിട്ട് നമ്മൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഒരു ഡിഷ് വാഷറായിട്ട് കയറിയ ആള് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡിഷ് വാഷറായിട്ട് കയറിയ ആള് ആ ഡിഷ് വാഷർ എന്ന് പറഞ്ഞിരിക്കും. ഞാൻ ഡിഷ് വാഷറാണ്, എൻ്റെ പണി പാത്രങ്ങളിൽ മാത്രമാണ്. പക്ഷെ ഡിഷ് വാഷർ നിൽക്കുന്നത് റെസ്റ്റോറൻറ്റിലാണ്. ചിലപ്പോൾ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആയിരിക്കാം, ഒരു ജാപ്പനീസ് അങ്ങനത്തെ കുസീൻ ആയിരിക്കാം. അപ്പോൾ അവന് ഷെഫിൻ്റെ അസിസ്റ്റന്റ് എന്താ ചെയ്യണമെന്ന് അവന് ശ്രദ്ധിക്കാം. എങ്ങനെ ഒരു സോസ് എങ്ങനെ ഉണ്ടാക്കാം, ഈ പ്ലേറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഓരോ മെനു എന്താണ്, എന്തൊക്കെയാണ് അവിടെ വിൽക്കണേ, ഇങ്ങനത്തെ കുറച്ച് റിസർച്ച് ചെയ്ത് അവന് പതുക്കെ ഒരു കിച്ചൺ അസിസ്റ്റന്റ് ആവാം. പതുക്കെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പഠിക്കാം, 2 ഡിഷ് ഉണ്ടാക്കാൻ പഠിക്കാം. പതുക്കെ അവന് ഷെഫ് ആവാം. അത് ഒരു 6 months 1 വർഷം നമ്മൾ അവിടെ നിൽക്കുമ്പോഴേക്കും അപ്പോൾ അവൻ്റെ സ്കില്ല് അവൻ ഡെവലപ്പ് ചെയ്തു. അടുത്തത് അവൻ ബാർടെൻഡിങ് എങ്ങനെയാണെന്ന്, ബാർടെൻഡർ വെറുതെ ഇരിക്കുക, നമുക്ക് 2 പേർക്കും ഒരു കോക്ടെയിൽ എങ്ങനെ ഉണ്ടാക്കുക, 2 കോക്ടെയിൽ എങ്ങനെ ഉണ്ടാക്കുക, കോഫി എങ്ങനെ ഉണ്ടാക്കുക, അമേരിക്കാനോ എങ്ങനെ ഉണ്ടാക്കുക, ലാറ്റ് എങ്ങനെ ഉണ്ടാക്കുക, പഠിച്ച് ക്യാഷ് മെഷീൻ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ കട മേടിക്കാനുള്ള കോൺഫിഡൻസ് വരും അവന്. അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ മലയാളീസ് എല്ലാ രാജ്യത്തുണ്ട്. ഇതിന് എക്സാമ്പിൾ പറയുന്നതാണ് പല സ്ഥാപനങ്ങളും. നമ്മൾ ആ നേരത്ത് ഈ ഹെഡ്സെറ്റും വെച്ച് മൊബൈലിൽ നോക്കിയിരിക്കുന്ന പിള്ളേരുണ്ട്. അവൻ 5 കൊല്ലം കഴിഞ്ഞാൽ ഡിഷ് വാഷറാണ്. ഇവൻ ആ സമയം കൊണ്ട് 4 ഭാഷ പഠിച്ചു. വെയിറ്റർ ഫ്രഞ്ചിൽ എങ്ങനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യും, എങ്ങനെ ഓർഡർ എടുക്കുന്നു. ഭയങ്കര ഫ്രഞ്ച് അറിയണമെന്നില്ലല്ലോ, ഒരു ഓർഡർ എടുക്കാനുള്ള ഫ്രഞ്ച് അറിഞ്ഞാൽ മതിയല്ലോ. ആ ഫ്രഞ്ച് അറിഞ്ഞു, ആ ഫ്രഞ്ച് പഠിച്ചു, ജർമ്മൻ പഠിച്ചു, ഇറ്റാലിയൻ. ഇതിനൊക്കെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വിദേശത്ത് പോകുമ്പോൾ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണവർ രക്ഷപ്പെടും. മറ്റവൻ ഡിഷ് വാഷറാണ്, അവനെ എപ്പോൾ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അവനെ പുറത്താക്കി, അവന്റെ ജോലിക്ക് സാലറി ഹൈക്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവന് ഒരു ദിവസം മുതലാളിയായിട്ട് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്തെങ്കിലും പ്രശ്നം അവനെ ഇനി മൊമെന്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പണി മുഴുവൻ ഒരു ഷെഫിനെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത റെസ്റ്റോറന്റേ പോയി, ബിസിനസ്സേ പോയി. ഒരു ഷെഫിനെ പുറത്താക്കുക അല്ലെങ്കിൽ ഒരു ബാർടെൻഡറെ പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് അവര് ഒന്നുകൂടി ആലോചിക്കും. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ എന്തോരം ഇൻക്രീസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക്
അവർക്ക് സാധ്യതകൾ കൂടും. കംപ്ലൈന്റ് പറയാനാണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എല്ലാ രാജ്യത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തുടക്കം നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പാർട്ട് ടൈമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി സംസാരിച്ചു. ഒപ്പം കൊണ്ടുപോകേണ്ട സാധനമാണല്ലോ സ്റ്റഡീസും. അവിടുത്തെ ഒരു സ്റ്റഡി സിസ്റ്റം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞു. ബാക്കി സ്റ്റഡീസിന്റെ ഒപ്പം അവർക്ക് എന്തൊക്കെ അവിടുത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും പുറത്തു പോയാൽ? സ്റ്റഡീസ് നിങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ ഭയങ്കരമായ തിയറി ഓറിയന്റഡ് ആയിട്ടോ, അതും ഒരു വലിയൊരു കാര്യം. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ കുറെ തിയറി പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ആർക്കും അറിയില്ല. ഒരു പർട്ടിക്കുലർ ജോബിന് അവരെ ട്രെയിൻഡ് അല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറെ സെൽഫ് സ്റ്റഡിങ് ആണ്. മെറ്റീരിയൽ ഒക്കെ ഓൺലൈനിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബുക്കൊന്നും ഇല്ല, ഒക്കെ കമ്പ്യൂട്ടറിലാണ്. കമ്പ്യൂട്ടറിൽ പാനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ വരില്ല, ഒക്കെ കമ്പ്യൂട്ടറിലാണ്. അപ്പൊ കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ എടുത്ത് പഠിച്ചോ. ലെക്ചറൊക്കെ കുറെയൊക്കെ റെക്കോർഡഡ് ആണ്, ഇപ്പൊ പോകേണ്ടി വരും. പിന്നെ കുറെ പ്രൊജക്ട് അസൈൻമെന്റ് അങ്ങനെയൊക്കെയാണ് പരിപാടി. പിന്നെ ഈ ക്ലാസ് പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ കാലത്ത് പോയിട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന പരിപാടി അല്ല. നിങ്ങൾക്ക് ലെക്ചേഴ്സ് ആണ്, ഓരോ സെഷൻസ് ആണ്. ഇപ്പോൾ കാലത്ത് 8:30 സെഷൻ ഉണ്ടെങ്കിൽ അടുത്ത ചിലപ്പോൾ വൈകിട്ട് 3 മണിക്കായിരിക്കും, വൈകിട്ട് 5 മണിക്കായിരിക്കും. ഡിപ്പെൻസ് ഓൺ കോഴ്സസ്. പക്ഷെ ഒരു 4-5 ലെക്ചറൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു അത്രയും ഹെക്ടിക് അല്ല. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തേക്കണ തന്നെ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് പഠിക്കാവുന്ന ഒരു അതുകൊണ്ടാണ് ഇവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ പറയണേ 20 അവർ വർക്ക് ചെയ്യാം, 40 അവർ 20 അവറാണ് കൂടുതൽ ബാച്ചിലേഴ്സിന് പറയുന്നത്. മാസ്റ്റേഴ്സിന് 40 അവർ കൊടുക്കണം എന്ന് വെച്ചാൽ അവർക്കും അറിയാം ഇവർക്ക് ഫുൾ ടൈം അക്കാഡമിക്കലി ഇങ്ങനെ ഇരിക്കണ്ട. നമ്മുടെ നാട്ടിലെ പോലെ പാസ്സാവാനായിട്ട് അവർക്ക് പാരലലി അവർക്ക് വർക്ക് ചെയ്യാനുള്ള കുറെ രാജ്യങ്ങളിൽ ഫുൾ ടൈം മാസ്റ്റർ സ്റ്റുഡൻസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ്സ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന് കേപ്പബിൾ ആണോ എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അപ്പൊ ഇത് ഈ ഇപ്പൊ പറഞ്ഞ ജനറൽ എല്ലാ കോഴ്സിനും ബാധകമാണോ? അപ്പൊ ഈ മെഡിസിൻ ഒക്കെ പോലെ ടഫ് ആയിട്ട് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടവർക്കൊക്കെ അത് കുട്ടിയുടെ ബ്രില്യൻസ് പോലെ ഇരിക്കും. എനിക്ക് മെഡിസിൻ ഒക്കെ പോണ പിള്ളേർ ബുദ്ധിമുട്ടാണ്, അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ എനിക്ക് ഒരു പയ്യനറിയാം, അന്ന് കുറെ പിള്ളേരുണ്ട് ഉണ്ടാവുമായിരിക്കും. എനിക്ക് പേഴ്സണലി അങ്ങനെ അത് ബാലൻസ് ചെയ്ത് പാർട്ട് ടൈമും കൂടി ചെയ്ത് മെഡിസിൻ പഠിച്ചിറങ്ങിയിട്ടുള്ള പിള്ളേർ എനിക്കറിയാം. പക്ഷേ മെഡിസിൻ പഠിക്കുന്ന കുട്ടികളോ അങ്ങനെ ഒരു വലിയ കോറായിട്ട് ഡിഫിക്കൽട്ട് സബ്ജക്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് ബുദ്ധിമുട്ടാണെന്നാണ് തോന്നുന്നത്. മെഡിസിൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ഈ നോർമൽ പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ അവർക്ക് പാർട്ട് ടൈമും കൂടി കൂടെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീൽസും വീഡിയോസൊക്കെ കാണുന്നുണ്ട്. പല അവിടെ വിദേശത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ട്രസ്റ്റ് വർത്തിയായ രീതിയിൽ കൺവിൻസ് ചെയ്യുന്ന ഒരുപാട് ആരോപണങ്ങൾ. ആ കൺട്രി നന്നല്ല, ഈ കൺട്രി നന്നല്ല, അല്ലെങ്കിൽ ഈ കൺട്രിയിൽ പാർട്ട് ടൈം ഇല്ല, ഞങ്ങൾ പറയുന്ന കൺട്രി ആണ് ശരി എന്ന് മാത്രം വാദിച്ചു കൊടുക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അതൊക്കെ കുട്ടികളെ ഒരുപാട് മിസ്ഗൈഡ് ചെയ്യില്ലേ? ഡിസിഷൻ എടുക്കേണ്ടത് എപ്പോഴും കസ്റ്റമറുടെ കയ്യിലാണ്. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് അവർ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും അത് ഓരോരുത്തർക്കും എല്ലാവർക്കും പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. നമുക്ക് അതിനകത്തൊന്നും പറയാല്ലേ, നമ്മൾ കാണാത്ത കാര്യമാണ് ഒന്നാമത്. പക്ഷെ കുറെ സ്കാം വീഡിയോയിലൂടെയാണ് കൂടുതലും ഇപ്പൊ സ്കാമും മാർക്കറ്റിംഗും നടക്കുന്നത്. ഇപ്പൊ ഇതും അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ചിത്രീകരിക്കാം, എന്തോ സംഭവം ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ. പക്ഷെ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ പറയാ, തീരുമാനം എടുക്കേണ്ടത് എപ്പോഴും കസ്റ്റമറാണ്. നമ്മൾ ചായ വേണോ കാപ്പി വേണോ എന്ന് പറഞ്ഞ് ചായ മാത്രം കുടിച്ചാൽ എന്ന് പറയുന്നത് ശരിയായ പ്രവണതയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു കൊടുക്കാം. ഇറ്റ്സ് നോർമൽ. എല്ലാ രാജ്യത്തിനും അഡ്വാൻറ്റേജസ് ഉണ്ട്, അതേപോലെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ രാജ്യം നല്ല ഇപ്പൊ നമുക്ക് ഒരു ഓൾട്ടോ മേടിച്ചിട്ട് നമുക്ക് ഒരിക്കലും BMW പെർഫോമൻസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു വിഷയം. നിങ്ങൾ സെലക്ട് ചെയ്ത രാജ്യത്തിന് നിങ്ങൾ എത്ര പൈസ മുടക്കി, എങ്ങനെയാണ് എത്തിയത്, അത് ആ രാജ്യത്തിന് നമുക്ക് ഒരിക്കലും US-ന്റെ പവർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US-ന് പോകണവൻ അത്രയും പൈസ കൊടുത്തിട്ട് പോകണേ. അപ്പൊ അവൻ അങ്ങനത്തെ ഫെസിലിറ്റീസ് ആയിട്ട് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള പൈസ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ അവിടെ ചലഞ്ചസ് ഉണ്ടാവും. തിരിച്ചറിയാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വലിയ രാജ്യത്ത് പോകും. നിങ്ങൾക്ക് ഓസ്ട്രേലിയ പോകുക അടിപൊളി രാജ്യമാണ്. US അടിപൊളി രാജ്യമാണ്. അവിടെ പോയിട്ടും ഈ അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. USA പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ. അത് ഒരു വ്യക്തിപരമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. നമ്മൾ ഇന്ത്യയിനേക്കാളും മെച്ചപ്പെട്ട രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഫ്യൂച്ചറിൽ നല്ല സാധ്യതകളുണ്ട്. ആലോചിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചും കണ്ട് ആലോചിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ദോഷം വരില്ല. ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് പൈസ USA പോവാൻ. ഈ ബഡ്ജറ്റിന്റെ ഒരു കൺസ്ട്രെയിൻ എങ്ങനെ? എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും പുറത്തു പോയി പഠിക്കാൻ പറ്റുമോ, അതോ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ? കൂടുതലും റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല. ഞാൻ കണ്ടെടുത്തോളം രക്ഷപ്പെടണമെന്ന് ഭയങ്കര വാശിയുള്ള ആൾക്കാരാണ് കൂടുതലും വരണേ. അപ്പൊ അവന് 5 ലക്ഷം പൊക്കാൻ പറ്റണവൻ 10 ലക്ഷം പൊക്കും. കടം മേടിച്ചിട്ടായിരിക്കും അവൻ വരുന്നത്. വലിയ പൈസ ഉള്ളവന്മാര് പൈസ മുടക്കി നല്ല രാജ്യത്തേക്ക് തന്നെയാണ് പോണത്. നമ്മുടെ നാട്ടിൽ കൂടുതലും മിഡിൽ ക്ലാസ് ആണല്ലോ. ഇപ്പൊ വലിയ കാശുള്ളവരെ പറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർക്കത് മാനേജ് ചെയ്യാം, വിഷയമില്ല. പക്ഷെ മിഡിൽ ക്ലാസ്സോ അതിന് കേപ്പബിൾ അല്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ കൂടുതലും റിസ്ക് എടുത്ത് പോകണം.
ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ആ കമ്മിറ്റ്മെന്റോടുകൂടി അവൻ അവിടെ വർക്ക് ചെയ്യാൻ ആ ഇറക്കിയ പൈസ കടം മേടിച്ചിട്ടാണല്ലോ പോണത്. ഈ കടം മേടിച്ചിട്ട് പോണ പൈസ തിരിച്ചു പിടിക്കാനുള്ളതാണ് ഈ പിള്ളേരുടെ മോട്ടിവേഷൻ. ആ മോട്ടിവേഷനാണ് നിങ്ങൾ ഈ കാണുന്ന ഡിസിപ്ലിൻ. നമ്മൾ ഈ മലയാളികൾ ഈ മഞ്ഞത്ത് പോയി പണിയെടുക്കുന്ന ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്. കറക്റ്റ് ടൈമിൽ പോയി പണിക്ക് പോയിട്ട് പണിക്ക് തിരിച്ചു വരുന്ന ആൾക്കാർ എല്ലാ രാജ്യത്തും പലയിടത്തും ഉണ്ട്. അത് ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യമാണ്. കടം മാത്രമല്ല, അവന്റെ മോട്ടിവേഷൻ, അവന്റെ ഡിസിപ്ലിൻ അത് അങ്ങനെയാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് വീട്ടിലുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു അവനറിയാൻ വീട്ടിൽ ചോദിച്ചാൽ കിട്ടാൻ സാധ്യത എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവൻ എണീച്ച് പോവും, പണിക്ക് പോവും. അവൻ ആ പാർട്ടീനോട് നോ പറഞ്ഞവൻ പോവും, അല്ലെങ്കിൽ അവൻ തന്നെ പെടും. പക്ഷെ അത് എല്ലാ പിള്ളേരെ കൊണ്ടും സാധിക്കാറില്ല. ഒരു രാജ്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലതും മോശമല്ല. നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സിന് പോപ്പുലാരിറ്റി ആ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ രാജ്യം തിരഞ്ഞെടുക്കുക, അവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസ് റിസർച്ച് ചെയ്യുക, നിങ്ങളുടെ എൻട്രി റിക്വയർമെന്റ്സ് അനുസരിച്ച് മാച്ച് ചെയ്യുക. ഒരു ബേസിക് സിമ്പിൾ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ രാജ്യങ്ങൾ എന്ന് പറയുമ്പം മൈഗ്രേഷൻ കൂടുതൽ നടക്കണം. കുറേ രാജ്യങ്ങളിൽ പോകണ്ടെന്നാലും മൈഗ്രേഷൻ കൂടുതൽ നടക്കുന്ന ഏറ്റവും ടോപ്പ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായി ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഒരു 18-20 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റി, ഇതിലും പ്ലസ് ഓർ മൈനസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പോകുന്ന ഓസ്ട്രേലിയ US എന്ന് പറയുമ്പോൾ 18-20 ലക്ഷം രൂപ നമുക്ക് ആവറേജ് എക്സ്പെൻസ് 1 ഇയർ ട്യൂഷൻ ഫീ വരും. ഇതിന്റെ പകുതി അടച്ചോ, അതിന്റെ ഒരു ശതമാനം എന്തായാലും പകുതി എന്തായാലും അടയ്ക്കണം. ചില യൂണിവേഴ്സിറ്റി ഫുൾ അടയ്ക്കേണ്ടി വരും. കയറി പോവാം. ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ രാജ്യത്താണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ IELTS TOEFL OET PT അത് ഡിപ്പെൻസ് ഓൺ ദ കോഴ്സ് ഓൾസോ. അപ്പോൾ കോഴ്സിന്റെ എൻട്രി റിക്വയർമെന്റ്സിൽ നമുക്ക് സാധാ ഇത് പിന്നെ ചിലടത്ത് GRE GMAT ചോദിക്കുന്ന അങ്ങനത്തെ കോഴ്സസ് ആണെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ ആദ്യമേ നടത്തുക. അത് നിങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കുക. അത്രയും പൈസയും നമുക്ക് ചിലവാകും. ഷോ മണി ആയാലും 10, 20, 30 ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങൾ കാണിക്കേണ്ടി വരും. സാമ്പത്തികമായിട്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് അവിടെ നമുക്ക് കൂടുതലും അതിനകത്ത് ഫിനാൻസസിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ച് നിങ്ങളെ കൊണ്ടുപോകാന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് അത്രയും ഫിനാൻഷ്യലി നിങ്ങൾക്ക് അത് കേപ്പബിൾ ആണെങ്കിൽ, ഫിനാൻഷ്യലി ഇപ്പോൾ ഈ പറഞ്ഞ പൈസയും നിങ്ങൾക്ക് ഈ ഷോ മണി കാണിക്കാനുള്ള പൈസ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള ലോൺ ലെറ്റർ കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഫണ്ട്സ് ജെന്യൂൻ ആയിരിക്കണം, ലോണായാലും ജെന്യൂൻ ആയിരിക്കണം. അതിൽ മാക്സിമം വലിയ രാജ്യങ്ങൾ പോകും തോറും ഫണ്ടിങ്ങിൽ കൃത്രിമം കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഉള്ളത് കാനഡ, ന്യൂസിലാൻഡ്, അയർലൻഡ്, UK പോലത്തെ ഓപ്ഷൻസ് ആണ്. ഒരു 12, 15. കാനഡ ഇപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അവിടെ കുറെ ഇപ്പോൾ ജർമ്മനി, ഇങ്ങനെ ഒരു കാറ്റഗറി ഓഫ് കൺട്രീസ്, ഫ്രാൻസ് പ്രീമിയം തന്നെ പറയാം. ഇതും ഈ പറഞ്ഞ 10, 15, 18 അതിലും കൂടുതലുള്ളതുകൊണ്ട് കുറവുള്ളതുണ്ട്. അപ്പോൾ അതിനകത്തും കുറെ രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ ഇത് ഇച്ചിരി കുറവാണ് കമ്പയറിംഗ് ടു US, ഓസ്ട്രേലിയ. കാനഡ നമുക്ക് US, ഓസ്ട്രേലിയയുടെ ബാസ്ക്കറ്റിൽ ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലും ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയും വരും, ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അത് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ആവാന്നുള്ളതാണ്. അതിനും ഷോ മണി കാണിക്കാനായിട്ട് ഇപ്പോൾ ജർമ്മനി, കാനഡ പോലത്തെ രാജ്യങ്ങളിൽ ബ്ലോക്ക് മണിയാണ്. അപ്പോൾ പൈസ നമ്മൾ ഇവിടെ ഞങ്ങളുടെ അയച്ചു കൊടുക്കണം. അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇച്ചിരിയും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഇതിൽ നല്ലൊരു രാജ്യം എന്ന് പറയുന്നത് UK ആണ്. UK നിങ്ങൾ ഈ പറഞ്ഞ പോലെ 15-16 ലക്ഷം ഫീസ് ആണെങ്കിൽ നിങ്ങൾ 50% അടച്ച് നിങ്ങൾക്ക് കയറി പോവാം. ഒരു 6 ലക്ഷം അടച്ച് കയറിപ്പോയി അവിടെ IELTS വേവർ സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ കയറി പോവാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനീഷ്യലി വലിയ ഫണ്ട് ചിലവാവില്ല. ഫണ്ടിങ്ങിൽ നമുക്ക് അത്രയും സ്ട്രിക്റ്റ് അല്ല ഇപ്പോൾ ഈ പറഞ്ഞ വേറെ രാജ്യങ്ങളെ അപേക്ഷിച്ച്. പക്ഷെ ബാക്കി നോക്കുമ്പോൾ ഫണ്ടിങ്ങിൽ കൃത്രിമം കാണിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്താൽ, റിസ്ക് എടുത്ത് ചെയ്താൽ ശ്രമിച്ചു നോക്കാം. പക്ഷെ ഒരു വട്ടം അങ്ങനത്തെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫയലൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവരുടെ ഡേറ്റാബേസിൽ ഉണ്ടാവും ഇവൻ ഇങ്ങനെ ഒരു സംഭവം ഫ്രോഡ് ചെയ്തിട്ടാണ് ഇവന്റെ ആദ്യത്തെ റിജക്ഷൻ വന്നത്. 5 കൊല്ലം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുമ്പോഴായാലും അവർക്ക് അവരുടെ സിസ്റ്റത്തിൽ കാണും. സാങ്കേതിക വിദ്യ വളർന്നതുകൊണ്ട് ഇവർക്ക് ഇമിഗ്രേഷൻ കുറേ കൂടി സ്ട്രിക്റ്റ് ആണ്. ഇതാണ് ഒരു ബേസിക് ഐഡിയ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റ് കൺട്രീസ് ആണ്. നമുക്ക് ലാറ്റ്വിയ, ലിത്വേനിയ, പോളണ്ട്, മാൾട്ട, ക്രൊയേഷ്യ, സ്ലോവീനിയ, സ്ലോവാക്യ, അങ്ങനെ യൂറോപ്യൻ കുറേ രാജ്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ യൂറോപ്പിലേക്ക് ഇത്തിരി ബെറ്റർ ആണ് യൂറോപ്പ് എന്ന് തോന്നുന്നു. ഏഷ്യയിൽ തന്നെ പഠിക്കാനായിട്ട് ഏഷ്യയിൽ നല്ല ഡെസ്റ്റിനേഷൻസ് വരുന്നുണ്ട്. ജപ്പാനിൽ പോയി പഠിക്കുന്ന പിള്ളേരുണ്ട്. സൗത്ത് കൊറിയയിലേക്ക് പോയി പഠിക്കുന്ന, ദുബായ് വലിയൊരു മാർക്കറ്റായിട്ട് ഓപ്പൺ ആയി വരുന്നുണ്ട്. മെഡിസിൻ പ്രോഗ്രാംസിന് കുറേ ഏഷ്യൻ കൺട്രീസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പക്ഷേ യൂറോപ്പിൽ ആണെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ യൂറോപ്പിൽ ഇങ്ങനത്തെ കൺട്രീസ് അവിടെ നമുക്ക് IELTS വേണ്ടി വരില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേണ്ടി വരില്ല. ചെറിയ ബഡ്ജറ്റ് 3 ലക്ഷം ഇപ്പം നാട്ടിൽ പഠിക്കുന്ന പൈസയ്ക്ക് പോയി പഠിച്ച് നിങ്ങൾക്ക് കുറേ കൂടി ബെറ്റർ എക്സ്പോഷർ കിട്ടാവുന്ന കൺട്രീസും ഉണ്ട്. ഞാനൊരു ബേസിക് ഓവർവ്യൂ, നിങ്ങളൊരു കൺട്രിയുടെ ഒരു ഓവർവ്യൂ ഇങ്ങനെയാണ്. മനസ്സിലായി. ഇതിലിപ്പോ ഒരു കൺട്രിയിൽ പോയിട്ട് മറ്റൊരു കൺട്രി എക്സ്പോഷർ കിട്ടാനുള്ള കുറച്ച് എക്സ്ചേഞ്ച് പ്രോഗ്രാംസിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അല്ല, കൺട്രി എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വലിയ കൺട്രിയുടെ വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ രാജ്യത്തെ വിസ ഓൺ അറൈവലും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ കൂടും. ഷെങ്കൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഷെങ്കനിൽ 10, 27, 28, 29 രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും രാജ്യങ്ങൾ നിങ്ങൾക്ക് വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. എക്കണോമിക്കലി ഭയങ്കര വലിയ വളരെ മുന്നോട്ട് നിൽക്കുന്ന കൺട്രീസാണ്. പല ഇൻഡെക്സിലും ഇന്ത്യനെ
പല രീതിയിലും മുന്നോട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങൾ പോയി കാണാനൊക്കെ പറ്റും. കൾച്ചറൽ എക്സ്പോഷർ വ്യത്യാസമുണ്ട്, ഓരോ നാടിനും ഓരോ സംസ്കാരമാണ്. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസും ഭയങ്കര വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീസിന് അറിയാം ഇവനെ വെറുതെ അക്കാഡമിക്കലി ഇവനെ ബ്രില്യൻ്റ് ആക്കിയതുകൊണ്ട് മാത്രം ഇവന് ലൈഫിൽ സക്സസ്ഫുൾ ആവില്ല. അവന് വേറെയും കുറേ സ്കിൽസ് വേണം. അപ്പോൾ അവർക്കും അറിയാം ഈ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തന്നെ അവർ കുറേ ഇവൻറ്റ്സ് അവർ അങ്ങനെ ഓർഗനൈസ് ചെയ്യും കുട്ടികളുടെ പല പുറത്തുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. പോരാതെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് പോലത്തെ പരിപാടികളുണ്ട്. നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ യൂണിവേഴ്സിറ്റി പോയി സെമസ്റ്റർ ഇപ്പോൾ ഓരോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റമാണ്, ക്രെഡിറ്റ്സ് സ്കോർ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വർഷം ഇവിടെ പഠിച്ച് 6 മാസം 1 വർഷം വരെ നിങ്ങൾക്ക് വേറെ യൂണിവേഴ്സിറ്റി പോയി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ അങ്ങനെ കുറേ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. ഫ്രീ ടൈമിൽ ട്രാവലിംഗ് തരുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് എത്ര ബുക്ക് വായിച്ചാലും കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മളൊരു അറിയാത്ത രാജ്യത്ത് പോയി നിന്നിട്ട് വരുമ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് വേറൊരു കാര്യം. എക്സ്ചേഞ്ച് പ്രോഗ്രാം പറഞ്ഞാൽ ലീഗലായിട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോവാം. അതെ. അതേപോലെ ഇല്ലീഗലായിട്ട് പോണ ഒരു പേരുണ്ടാവില്ലേ? ഇല്ലീഗലായിട്ട് ഗെറ്റ് റിച്ച് ക്വിക്ക് എന്ന സ്കീമുകളാണ് കുറെ കൂടുതൽ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ മൊബൈലിൽ വരുന്ന സ്കാം തൊട്ട് എല്ലായിടത്തും ഈ സ്കാം ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കാശാരനാവാം, പെട്ടെന്ന് രക്ഷപ്പെടാം, ഒറ്റയടിക്ക് രക്ഷപ്പെടാമെന്ന സ്കീം വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും റിസ്ക് എലിമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. യൂറോപ്പിലായാലും വേറെ എവിടെയായാലും നിങ്ങളുടെ അവസ്ഥ എപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ലേ. നമുക്കിതൊരു മെച്ചപ്പെട്ടൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചാടിപ്പോവാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ഈ കൂടുതലും ഈ റോഡ് സൈഡിൽ കാണുന്ന ആൾക്കാരെയും ഇന്റർനെറ്റിൽ പരിചയപ്പെടുന്ന ആൾക്കാരെയും ഒക്കെ അവർ പറയും, നീ ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാം, ഞാൻ നാടായിട്ട് ഇത്ര ബന്ധമുണ്ട്, വലിയ ബന്ധമാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കണ്ടുമുട്ടി പൈസ എടുത്ത് കൊടുത്ത് പെടുന്ന കുറേ, ഇപ്പം നാട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവരുണ്ട്, അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് കൊടുക്കുന്നവരുണ്ട്. ഇതിൽ കുറേ ജെന്യുവിനും ഉണ്ട്, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഫേക്കും ഉണ്ട്. ഞാൻ പിള്ളേരോട് പറഞ്ഞാൽ നമുക്ക് ഒരു വിദേശ രാജ്യത്ത് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ അടിസ്ഥാനം നമ്മുടെ വിസിയും പേപ്പറാണ്. ഇപ്പോൾ ഈ വിസിയും പേപ്പറും പോണ പരിപാടി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി, ഈ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി നമ്മൾ ആ യൂണിവേഴ്സിറ്റി നിൽക്കണു. ആ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വയ്ക്കുന്ന റിപ്പോർട്ട്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പല സ്ഥലത്ത് നോ ഷോ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പോലത്തെ കാർഡ് കിട്ടിയിട്ടുണ്ടോ കയ്യിൽ. ഒരു പോലത്തെ കാർഡ് കിട്ടിയിട്ട് നിങ്ങൾ എന്നാൽ പിന്നെ ഇവിടുന്ന് ചാടി അപ്പുറത്തേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇവിടുത്തെ പരിപാടി ഉപേക്ഷിക്കും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇല്ലീഗലാണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗലി നിൽക്കണം നിങ്ങൾ, ലീഗലാണല്ലോ നമ്മളവിടെ എത്തണേ. ലീഗലി നിൽക്കണം നിങ്ങൾ, അവിടെ എത്തിയിട്ട് കാർഡ് കിട്ടുക വിസയുള്ള സമയത്ത് ചിലവർ കാർഡ് എടുക്കുന്നതിന് മുമ്പ് ചാടിപ്പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു ലീഗൽ ജോബ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സും അവിടെ ഉണ്ട്. അൺടിൽ നിങ്ങളുടെ കാർഡിന് വാലിഡിറ്റി ഉള്ള നിങ്ങൾ ലീഗൽ സ്റ്റാറ്റസ് ഉള്ളിടത്തോളം നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സും അവിടെ ഉണ്ട്. ഒരു മുതലാളിക്ക് ശമ്പളം തരാതിരിക്കാൻ പറ്റില്ല, ബേസിക് സാലറിയുടെ കുറവ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ തരണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ തരണം. ഇതൊക്കെ വിസ ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ, ട്രാവൽ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റും. എപ്പോൾ നിങ്ങളുടെ വിസ ക്യാൻസൽ ആയോ പിന്നെ നിങ്ങൾ എപ്പോൾ പിടിക്കപ്പെടുന്നുള്ളൊരു ഭയത്തിലാണ്. ഇപ്പം നിങ്ങളുടെ മുതലാളി നിങ്ങൾ വർക്ക് ചെയ്തിട്ട് സാലറി തന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ അടുത്തും പോയി പരാതി പോലും പറയാൻ പറ്റില്ല. ഇതൊന്നും ഈ പോണ പിള്ളേർക്ക് അറിയില്ല. പിള്ളേർ പോയിട്ട് ഓടിപ്പോയിട്ട് അവിടെ 2 ലക്ഷം കൊടുത്താൽ അപ്പുറത്ത് 5 ലക്ഷത്തിൽ സാലറി ഉള്ള ജോലി കിട്ടുമെന്ന് പറയുന്നത് തന്നെ ഒന്നാമത് വിഡിത്താണ്. എന്നാലും പിള്ളേർ പോയി തല വെച്ച് കൊടുക്കും. ചിലതൊക്കെ ശരിയാവണമുണ്ട്, പക്ഷെ ശരിയാവണ കേസിലുള്ള അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഒരു ഐഡിയമേ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പോകാനോ അറ്റൻഡൻസ് എടുക്കാനോ പരീക്ഷ എഴുതാനോ നിൽക്കില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങളെ ഭയങ്കരമായിട്ട്, കാരണം അവർക്ക് പാസ്റ്റ് എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളുടെ അറ്റൻഡൻസ്, നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അറ്റൻഡ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഡൗട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ നിങ്ങളുടെ കാർഡ് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യമേ അതായത് ഇമിഗ്രേഷൻ ഓഫീസിൽ അറിയിച്ച്, അപ്പോൾ നിങ്ങൾ പുതിയ വിസയ്ക്ക് കൊടുക്കാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ചിലപ്പോൾ അത് ഡിലേ വരാൻ സാധ്യതയുണ്ട്. ആ സമയം കൊണ്ട് നിങ്ങളുടെ കാർഡ് കട്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കാർഡിനകത്ത് ഡേറ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്റ്റേറ്റസ് ഇല്ലീഗലാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിലപ്പോൾ വേറെ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബോർഡറിൽ വെച്ചിട്ട് പോലീസ് പിടിക്കുമ്പോൾ ബോർഡർ പോലീസ് വെരിഫൈ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ശങ്കനാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ബോർഡർ കിടക്കുമ്പോൾ ചിലപ്പോൾ റാൻഡംലി ചെക്ക് വരാം. അപ്പോൾ കാർഡിന് വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടോ, ATM കാർഡിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ATM വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇത് ഇലക്ട്രോണിക് ഒരു ഇതാണ്. അപ്പോൾ ഈ കാർഡ് കട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇല്ലീഗലായി. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഇല്ലീഗലി മൈഗ്രേറ്റ് എന്ന് പറയുന്നത്. ചിലവർക്ക് ഇല്ലീഗലായത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പെട്ടു. പിന്നെ വേറൊരു വിസ എടുക്കുക എന്നുള്ളത് കുറേ സാധ്യതകളുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കുറേ ടൈം കൺസ്യൂമിങ് ആണ്. അവൻ്റെ നല്ല പ്രായം മുഴുവനും അവൻ നല്ല രീതിയിൽ നല്ലൊരു ഡ്രീം പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കുറേ പീരീഡ് സഞ്ചരിച്ചാൽ മേ ബി രക്ഷപ്പെടാം. ചിലപ്പോൾ രക്ഷപ്പെടാത്ത കുറേ പേര് വീണ്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പെട്ടുപോണ ഒരുപാട് മലയാളീസ് ഉണ്ട്. ഇവർക്ക് ഇതിനെ കുറിച്ചുള്ള നോളജ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവർ വിചാരം നിങ്ങൾ ഓടിപ്പോയാൽ രക്ഷപ്പെടാം. അങ്ങനെ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ട് ചാടിപ്പോണ ആൾക്കാർക്കും വലിയൊരു അപകടം. കാരണം കമ്പനി മണിക്കൂറിന് നിങ്ങൾക്ക് സാലറി തരാമെന്ന് എഗ്രി ചെയ്യുമ്പോൾ ഫോറിൻ സിറ്റിസൺ ആയതുകൊണ്ട് നമ്മൾ മിനിമം ഇത്ര ടാക്സ് കൊടുത്തോളാമെന്നുണ്ട്. ഇപ്പം നമ്മൾ കമ്പനിയിൽ പണിക്ക് ഷോ അപ്പ് ചെയ്യാത്ത നോ ഷോ വരുമ്പോൾ ഒരു ഇമീഡിയറ്റ്ലി നിങ്ങളുടെ കാർഡ് ക്യാൻസൽ ചെയ്യും. യൂണിവേഴ്സിറ്റി പിന്നെ നിങ്ങൾക്ക് സമയം തരും. കാരണം അവർ ആ വാലിഡ് സ്റ്റാറ്റസ് നിൽക്കും തോറും മാസം മണിക്കൂറിന് കമ്പനി ടാക്സ് പേ ചെയ്യണം ഗവൺമെന്റിന്.
അപ്പോൾ അതുകൊണ്ട് അവർ ഇമ്മീഡിയറ്റ്ലി കാർഡ് കട്ടിയാലുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വൺസ് ഇല്ലീഗലായിട്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ സ്റ്റുഡൻസിനോട് പ്രത്യേകിച്ച് പഠിപ്പ് ഉപേക്ഷിച്ചിട്ട് ഈ ഇങ്ങനെ വർക്ക് വിസയ്ക്ക് മാറുന്ന പിള്ളേരോട് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാർഡ് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൊറിയറായിട്ടോ ഡിഷ് വാഷറായിട്ടോ ഫാക്ടറിയിലോ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം പൈസ കിട്ടും. പക്ഷേ നിങ്ങൾക്കും 25 വയസ്സാവും, 30 വയസ്സാവും, 50 വയസ്സോ ഒക്കെ വയസ്സാവും. അപ്പോൾ നിങ്ങൾ ആ നേരത്തെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. കാരണം നിങ്ങൾക്കൊരു ഗ്രോത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കാരണം ഒരു ഡിഷ് വാഷർ അവനൊന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ അവൻ്റെ ലൈഫ് അവിടെ ഒതുങ്ങണം. അപ്പോൾ പഠിക്കുന്ന പിള്ളേർ ചലഞ്ചിങ് ആണ്, വെരി ബുദ്ധിമുട്ടാണ്. നല്ല കോളേജിൽ നിന്ന് തന്നെ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഈ പാത്രം കഴുകണ ജോലിയിൽ നിന്ന് വേറൊരു നല്ലൊരു പ്രൊഫഷണൽ ജോബിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഈ ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എല്ലാ കൊല്ലവും ആയിരക്കണക്കിന് പിള്ളേർ ഞാൻ വിടണമെന്നല്ല, എനിക്ക് പരിചയം വരും. ഒരു ഇൻടേക്ക് തുടങ്ങുമ്പോൾ ഒരുപാട് 2010 മുതൽ 2015 വരെ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഇൻടേക്സിൽ പല രാജ്യത്തു നിന്ന് പല പിള്ളേർ വന്നു പോണത് കാണുന്നതാണ്. ഇങ്ങനെ ഈസി റൂട്ട് എടുത്ത ആൾക്കാരൊന്നും അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെട്ടിട്ടതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് സർവൈവ് ചെയ്ത് സക്സീഡ് ചെയ്ത എല്ലാവരും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവരെ കോഴ്സ് ആയാലും ആ പഠിച്ചത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ അക്കാഡമിക്സും പാർട്ട് ടൈമും ഇന്റേൺഷിപ്പും ഫുൾ ടൈമും ഒക്കെ അങ്ങനെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്തവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ എളുപ്പവഴിയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ആൾക്കാർ ഒരു ടെമ്പററി അവർ സക്സീഡ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്താലും കാലക്രമേണ അവർ എന്തെങ്കിലും ഒരു ദോഷം അവർക്ക് സംഭവിക്കും. ഓപ്പർച്യൂണിറ്റീസ് റിസർച്ച് ചെയ്യുന്ന കാര്യത്തിൽ ബെറ്റർ യു ഗോ ട്രാവൽ ചെയ്യാം. നിങ്ങൾക്ക് US-ലാണെങ്കിൽ വരെ നിങ്ങൾക്ക് യൂറോപ്പിലേക്കാണ് ആൾക്കാർക്ക് വിസ അടിച്ച് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി ആ വണ്ടി കാശ് ചിലവാവട്ടെ, പോയി കണ്ട് വാസ്തവം പറഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ ഫയൽ കൊടുക്കുക. ഏജൻസിൻ്റെ ആയിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അവരിൽ. അപ്പോൾ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പാട്. കാരണം കുറേ ഫ്രോഡ്സ്റ്റേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ, നല്ല ഏജൻസ് ഉണ്ടാവും. ഇപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന ജോലി ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വണ്ടി കയറി പോയി അതിൻ്റെ വാസ്തവം അന്വേഷിക്കാം. എന്നിട്ട് ഇവർ പറയുന്നതും അവിടുത്തെ റിയാലിറ്റി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ പിള്ളേർ അതൊന്നും നോക്കാണ്ട് വെറുതെ എളുപ്പത്തിന് പൈസ എടുത്ത് കൊടുത്ത് 1 ലക്ഷം കൊടുത്ത ലൈഫ് സെറ്റാവും, 5 ലക്ഷം കൊടുത്ത ലൈഫ് സെറ്റാവും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇല്ലീഗൽ ആവാതിരിക്കാൻ ശ്രമിക്കുക. നല്ല ലീഗലി മൈഗ്രേറ്റ് ചെയ്യുക. ലീഗലി മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കമ്പനിയാണെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് മെയിൽ അയക്കുക, അവരെ വിളിക്കുക. അങ്ങനെ ലീഗലി മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ശ്രമിച്ചാൽ അവർക്ക് അതിൻ്റെ മൈഗ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു എല്ലാ രാജ്യവും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല. ഒരു രാജ്യം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വേറെ രാജ്യത്തേക്ക് മാറിപ്പോയി രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാടുണ്ട്. പക്ഷേ അങ്ങനെ 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് അങ്ങനത്തെ ഈ കറപ്ഷൻ പരിപാടിയൊന്നും അങ്ങനെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കമ്പനി വെറുതെ വർക്കേഴ്സിന് എടുക്കുന്നുണ്ട്. ഒരു സ്കില്ല് നോക്കാണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു ഇതുണ്ട്. അങ്ങനെ വർക്കേഴ്സിനെ ആ കമ്പനി എടുത്തിട്ട് ആ കമ്പനിക്ക് എന്ത് ഗുണമുള്ളത്? ആ കമ്പനി എന്തോ ഒരു ഫ്രോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഗവൺമെന്റ് അതോറിറ്റീസ് ഇപ്പോൾ ഈ വിസ കൊടുക്കാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി മിസ്യൂസ് ചെയ്യുന്ന കമ്പനീസ് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കമ്പനികളിൽ ഇന്ന് വർക്ക് വിസ കിട്ടിയതുകൊണ്ട് വലിയ സന്തോഷിച്ചിരുന്നിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ അർഹത ഉള്ളത് നിങ്ങളൊരു സ്കില്ലുമേ വർക്ക് ചെയ്യുക. ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയുണ്ട്. നല്ല കമ്പനികളിൽ ഇന്റഗ്രിറ്റി ഉള്ള കമ്പനീസിൽ ജോലി അന്വേഷിക്കുക. ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ സെയിം പ്രശ്നമുണ്ട്. നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ യൂണിവേഴ്സിറ്റി പകുതി പൈസയ്ക്ക് ക്ലാസ്സിലൊന്നും വരണ്ട, ഞങ്ങൾ വിസ തരാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസയ്ക്ക് ഫീസ് പിന്നെ നടത്താൻ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ യൂണിവേഴ്സിറ്റി വരും, കോളേജസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പോലെ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ അഫിലിയേഷൻ പോവുക, അടുത്ത പോലെ അഫിലിയേഷൻ പോവുക, പൂട്ടി പോവുക, റീഫണ്ട് കിട്ടാതിരിക്കുക, അങ്ങനത്തെ പല സിറ്റുവേഷൻസും വരും. അപ്പോൾ ഇതിനകത്ത് ഫ്രോഡ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. റിസ്ക് എടുക്കാൻ തയ്യാറായ റിസ്ക് എടുത്ത ലൈഫാണ് പോണത്. അതാണ് അപ്പുറത്തൊരു കാര്യം. കാരണം നിങ്ങൾ വൺസ് ഇല്ലീഗലായി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളെ ഡിപ്പോർട്ട് അടിച്ച് വിടുമ്പോഴായാലും നിങ്ങളുടെ റെറ്റിന അടക്കം എടുത്തിട്ടാണ് അവർ വിടുക. നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും നമ്മുടെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാം. പണ്ടൊരു 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്ന് ഒക്കെ ബയോമെട്രിക്സും ഫിംഗറിങ്ങും ഒക്കെ കുറേ പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത്. നമുക്ക് പണ്ടൊക്കെ പേര് മാറ്റി പാസ്പോർട്ടിൽ ഫോട്ടോ മാറ്റി ഒക്കെ കുറേ പരിപാടി നടന്നിട്ടുണ്ട്. ഫ്രഞ്ച് പാസ്പോർട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു കൊടുക്കുന്നു, അത് ഫ്രഞ്ചുകാർക്ക് അറിയാൻ പറ്റും, അതുകൊണ്ട് UK പോകുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് ലോൺ എടുക്കുന്നു, ഫ്രോഡ് കാണിക്കുന്നു, അങ്ങനത്തെ കുറേ പരിപാടി ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കൊക്കെ ഓൺലൈനിലാണ് ഒക്കെ അറിയാൻ പറ്റും. നമ്മുടെ നമ്പർ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററി മുഴുവൻ അവർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെയും അപ്പോൾ തിരിച്ചു വരവെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ബാങ്ക് കിട്ടും, 5 കൊല്ലം 10 കൊല്ലം ബാങ്ക് കിട്ടും. ബാങ്ക് കിട്ടിയിട്ട് വീണ്ടും പോകാൻ ശ്രമിക്കുമ്പോഴായാലും അവർ ഇതെപ്പോഴും ഒരു വിഷയമായിട്ട് വരും. അപ്പോൾ ഇല്ലീഗലായി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. ഇല്ലീഗലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വണ്ടി കയറി തിരിച്ചു വരാം. എന്നിട്ട് ലീഗലായി പോവാം. സാമ്പത്തികമായിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാം, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർക്ക് വിസ പുതുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാലും എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അടുത്ത വണ്ടി കയറി നിങ്ങൾ തിരിച്ചു വരാം. ഇമിഗ്രേഷനിൽ പോയി കാര്യം പറയാം. ഓവർ സ്റ്റേ അടിക്കുള്ളപ്പോൾ വിഷയമില്ല. നമ്മളെവിടെയെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഡിപ്പോർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇന്നത്തെ ഡേറ്റിൽ പിന്നെ തിരിച്ചു പോകാമെന്ന് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവരുടെ ഡാറ്റ കുറേയൊക്കെ ഷെയർ ചെയ്യും കുറേ കൺട്രീസ്. ഇങ്ങനെ ഈ ഇപ്പോൾ ടെററിസവും
ഇവർ ഇൻ്റലിജൻസ് ടീം ഇവർ ബോർഡർ പോലീസിൻ്റെ അടുത്തിൽ ഇവിടെ ഫ്രോഡാണെങ്കിൽ ഈ ഡാറ്റ ഇവർ അപ്പുറം കൊടുക്കുമ്പോൾ അവരുടെ ഡാറ്റ ഇവർ മേടിക്കും നുഴഞ്ഞേറ്റില്ല തടയാതിരിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ബാൻ ചെയ്ത ആൾക്കാർ ഇവിടെ ബാനായി കഴിഞ്ഞാൽ വേറെ രാജ്യത്തും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൂടുതൽ ആൾക്കാർ ലോൺ എടുത്ത് കുറേ ലോണൊക്കെ എടുത്തിട്ട് ഒറ്റ ചാടി രക്ഷപ്പെടാം. 10-20 ലക്ഷം കിട്ടി. ആ 20 ലക്ഷത്തോണ്ട് അവന് അതിന് മേലേക്ക് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പോൾ അതും പിള്ളേർ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പഠിച്ചു കഴിഞ്ഞു, നല്ല രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞു, എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ആ കുട്ടി എങ്ങനെ നല്ലൊരു ജോലി കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കണം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾ ചെയ്ത് വന്ന് നിങ്ങൾ എപ്പോഴും ഒരു മനസ്സോടുകൂടി നിങ്ങളൊരു പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സെക്ടർ ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വരുമാനം വീട്ടിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ അപ്പർ ക്ലാസ്സിന് തന്നെയാണ് ഇവിടെ അവർക്ക് ചിലവിന് കൊടുക്കാൻ പറ്റുള്ളൂ. പിള്ളേരുടെ ഫുഡ്, ട്രാവലിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. അത് നമ്മൾ അവിടെ സമ്പാദിച്ചിട്ട് അവിടെ ചിലവാക്കുകയാണെങ്കിൽ ഒരു രസമുണ്ട്. നമ്മൾ ഇവിടെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ പേരൻസിന് വലിയൊരു ഭാരമായിരിക്കും. ഞാൻ പേരൻസ് ഇപ്പോൾ പിള്ളേർ വിടുന്ന പേരൻസിനായാലും നിങ്ങൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾ അവരെ പാർട്ട് ടൈമിന് നിങ്ങൾ അവരെ ഇതാക്കിയില്ലെങ്കിൽ അവർക്ക് കുറേ ഫ്രീ ടൈം കിട്ടും. ഈ ഫ്രീ ടൈമിലാണ് ഇവർ വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതൽ. ഞാൻ പല പേരൻസിനോട് ഞാനും പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ വെറുതെ പൈസ അയച്ചു കൊടുക്കല്ലേ. ഇവൻ തൊട്ടിത്തരം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുക അവിടെ. അവൻ സ്വന്തമായിട്ട് സമ്പാദിച്ച പൈസ കൊണ്ട് അവൻ എന്ത് വൃത്തിയുടെ കാണിച്ചാലും കുഴപ്പമില്ല, അവൻ അറിയാതെ. കാരണം അവൻ ആ പൈസയുടെ വാല്യൂ അറിയാം. നമ്മൾ പാർട്ട് ടൈം ചെയ്ത് ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം പാർട്ട് ടൈം ചെയ്യാനുള്ള സമയം അവിടെ ഉണ്ട്. അത് ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ മേഖലയിലുള്ള ജോലി നമ്മൾ എപ്പോഴും നമ്മൾ പിള്ളേർ കൂടുതലും വിസ കഴിയണ തലേദിവസമാണ് വിസ എങ്ങനെ പുതുക്കേണ്ടതെന്ന് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ജോലിയുടെ കാര്യം ആലോചിക്കുന്നത്. അപ്പോൾ ഗ്രാജുവേഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കാൻ കയറുമ്പോൾ തന്നെ നിങ്ങൾ ജോലിയുടെ കാര്യം അന്വേഷിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോകണം, എന്തെത്തണം, അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ കണക്ഷൻ പിടിച്ച് വരും. ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മേഖലയിലുള്ള കമ്പനീസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഏതും സെക്ടറിലാണ് കിടക്കേണ്ടത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഇന്റേൺ ആയിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് വളരെ ആ സംഭവത്തെ അക്കാഡമിക്സ് ഉണ്ടെങ്കിലും ആ പർട്ടിക്കുലർ കോഴ്സ് ആ സെമസ്റ്ററിൽ ആ നാട്ടിൽ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ 2 സെമസ്റ്റർ പിള്ളേർ പാസ് ഔട്ട് ആവുന്നുണ്ട്. ഒരു ബാച്ചിൽ 50 പിള്ളേരുണ്ടെങ്കിൽ 100 പിള്ളേർ ആ കോഴ്സ് പഠിച്ച പിള്ളേർ നിങ്ങളുടെ സിറ്റിയിൽ തന്നെ 100 പേര് വെച്ചിട്ട് ഒരു കൊല്ലം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടും? പ്രൊഫഷണൽ നല്ല ജോലി കിട്ടും. നിങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പനീന് മുമ്പിൽ ഷോപ്പ് ചെയ്ത് പറയുന്നത് ഞാൻ ഇമെയിൽ അയച്ചോ എങ്ങനെയും ഐ വുഡ് ലൈക്ക് ടു വർക്ക് ആസ് എൻ ഇന്റേൺ ഫോർ എ സ്റ്റാർട്ട് 3 months 1 year 1 month പറ്റാണെങ്കിൽ 6 months 1 year. ആ ഇന്റേൺഷിപ്പിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്നെ കൊണ്ട് കൂടിയ കാര്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് അത് സെക്ടർ മാറ്റി ചിന്തിക്കാം. ഇപ്പം എൻ്റെ കാര്യത്തിലായാലും ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് എനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം ഭയങ്കര ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ മാത്രം ആഗ്രഹിച്ച് ഇതിൻ്റെ നല്ല സൈഡ് മാത്രമാണ് ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആവാന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രഗിൾ ഉണ്ട്. നമ്മൾ ഓരോ ക്യാബിൻ്റെ ഉള്ളിൽ കുനിഞ്ഞു ഇരുന്ന് മുകളിലത്തെ സ്ക്രൂവും ആ പാനൽ ഊരിലും ഈ പാനൽ മാത്രമല്ല, അത് ഞങ്ങളെ ബേസിക്സ് ഞങ്ങളുടെ ഒരു ആസ് എൻ ഇന്റേൺസിൻ്റെ പണിയാക്കുന്നത്. സ്ട്രക്ചേഴ്സ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെന്തോ ഈ മാക്സിമം ഫിസിക്സ് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന് വേറൊരു മെയ്വഴക്കം, വേറൊരു സ്കില്ലാണ് വേണ്ടത്. മെഷീൻസിനോടുള്ള സ്നേഹം, അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാനും അതിൻ്റെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ഒരു സ്കില്ല് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. കാരണം ഈ പണി തന്നെ ചെയ്താലും മുഴുവൻ ജീവിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഹാവ് എ വെരി ബോറിംഗ് ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വിട്ട് വേറൊരു ഏരിയയിലേക്ക് തിരിഞ്ഞാണ്. പക്ഷേ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു സെൽഫ് ഡിസ്കവറിയാണ്. കുറേ കൂടി ഐഡിയ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞോടുകൂടി അവർ സ്ഥിരമാക്കാനോ ഇനിയിപ്പോൾ അവർ സ്ഥിരമാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിൽ എന്താണ് നടക്കണേ, മാർക്കറ്റിലെ മെയിൻ പ്ലേയേഴ്സ് ആരാണ്, ഇനി വേറെ കമ്പനിയിൽ നിങ്ങൾ ഇന്റർവ്യൂ കിട്ടുമ്പോൾ ഏതൊക്കെ ചോദ്യം എക്സ്പെക്ട് ചെയ്യാന്ന് വരെ നിങ്ങൾ മുഴുവൻ തിയറി മുഴുവൻ പഠിച്ചു പോയിട്ട് ഇന്റേൺഷിപ്പിന് പോയിട്ട് കാര്യമില്ല. വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഇന്റേൺഷിപ്പ് അൺപെയ്ഡ് ആണെങ്കിൽ പെയ്ഡ് ഇന്റേൺഷിപ്പ് കിട്ടാൻ കുറെ സാധ്യതകളുണ്ട്. ഇന്റേൺഷിപ്പ് അൺപെയ്ഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് പെയ്ഡ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാം. കുറെ കുട്ടികൾക്ക് അൺപെയ്ഡ് കിട്ടുന്നവരുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും അങ്ങനെയുണ്ട്. ഇന്ന് വലിയ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ 1 വർഷം 2 വർഷം വരെ ഇന്റേൺഷിപ്പ് ചെയ്ത് അവിടെ ഒരു 8 മണിക്കൂർ 8 മണിക്കൂർ പണിയെടുത്ത് വൈകുന്നേരം വന്ന് വേറെ കടയിൽ ഡിഷ് വാഷറായിട്ടും ഷെഫായിട്ടും വർക്ക് ചെയ്ത് അങ്ങനെ 2 കൊല്ലം അത്രയും ഡിസിപ്ലിനായിട്ട് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട ആൾക്കാരാണ് പിന്നീട് നല്ലൊരു ജോലിയിലേക്കും നല്ലൊരു പൊസിഷനിലേക്ക് എത്തുന്നുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒരു ഏജന്റ് വഴി കണ്ട ഒരു ഏജന്റിന് നമ്മൾ 2 ലക്ഷം എടുത്ത് കൊടുത്തിട്ട് വലിയ ആളായിട്ടുള്ള ആൾക്കാരൊന്നും എനിക്ക് പരിചയം ഇത്ര വർഷത്തിൽ എനിക്ക് പരിചയമില്ല. ഈസ് എൻ ഹാർഡ് റോഡ്. ഇത് എളുപ്പമാണ്, രക്ഷപ്പെടൽ എളുപ്പമാണ്. യൂറോപ്പിൽ പോയി അവിടെ ഇറക്കിയതുകൊണ്ട് ഒറ്റടി മറ്റേ മരം കുലിക്ക് കാശും കൊണ്ട് പെട്ടിയിലാക്കി ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിട്ട് കാര്യമില്ല. ഒരു രാജ്യത്ത് പോയിട്ടും കാര്യമില്ല. നമ്മൾ മെനക്കെടാൻ തയ്യാറാവണം. കോമ്പറ്റീഷൻ അവിടെയുണ്ട്. ഏത് രാജ്യത്ത് പോയി പഠിച്ചാലും അവിടെ പഠിച്ച് ഇറങ്ങുന്ന പിള്ളേർ അവിടെ ഉണ്ട്.
നമുക്ക് എഡ്ജ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഒരു 6 മാസമോ 3 മാസമോ നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു വലിയൊരു ലീപ്പ് ഉണ്ടാവും, നിങ്ങൾക്ക് വലിയൊരു ചാട്ടം നിങ്ങൾക്ക് കിട്ടും. ആ ചാട്ടത്തോടു കൂടി നിങ്ങൾ ഒറ്റയടിക്ക് രക്ഷപ്പെടും. ഇതാണ് അപ്പോൾ നിങ്ങളുടെ 4 ഇയർ പ്രോഗ്രാം ആണെങ്കിൽ ഒരു 2nd ഇയർ കഴിയുമ്പോൾ തൊട്ട് മെയിൽ അയച്ചു തുടങ്ങാം ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞോടുകൂടി നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബ് ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനാണെങ്കിലും ഫ്രം ദ ഗോ ട്രൈ ഫോർ എൻ ഇന്റേൺഷിപ്പ്. ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ജോബിന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് വെരി ലെസ്. കാരണം അവർക്ക് ഇങ്ങനെ കുറേ പ്രൊഫൈൽസ് ഉണ്ട്. ഇപ്പം നമ്മൾ വന്നിട്ട് പറയുന്നത് ഞാൻ ഫ്രീ ആയിട്ടാണ് ജോലി ചെയ്യാൻ. ഇപ്പം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആയാലും ഇന്റേൺഷിപ്പിലൂടെ ആണെങ്കിൽ കുറേ കൂടി എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് കമന്റ് ചെയ്യട്ടെ. താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടോപ്പിക്ക് നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്കറിയാത്ത ടോപ്പിക്കാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ തയ്യാറാണ്. ദെൻ താങ്ക് യു. Thanks for your time.